12 അധ്യായത്തിൻ്റെ 25 26 വാക്യങ്ങൾ വായിക്കും. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ നമ്മുടെ സുവിശേഷ മഹായോഗങ്ങളുടെ സമാപന രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരുവചന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെയും ദേശനിവാസികളെയും സർവകൃപാലുവായ ദൈവം, സകല മഹത്വത്തിൻ്റെയും ഉടയവനായ ദൈവം സമൃദ്ധിയായ നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ വിവിധ നിലവാരത്തിലുള്ള അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. ഇതിനകം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയെ പങ്കിടുവാനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു, യേശു സൗഖ്യദായകൻ എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവ മക്കൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗമാണ് ഈ രാത്രിയിലെയും ധ്യാനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവജനം അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു മുന്നറിയിപ്പിനെയാകുന്നു ഈ വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ ശിക്ഷാവിധി അനുഭവിച്ചുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിരസിച്ചാൽ എത്ര അധികം എന്ന് ചോദിക്കുന്നു. ഒരിക്കൽ അവൻ ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ താമസമിന അവൻ ഭൂമിയെയും ആകാശത്തെയും ഇളക്കും എന്ന് വാഗ്ദത്തം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈ തിരുവിടത്തിനെ ആധാരമാക്കി മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അത് ജീവിതത്തിൽ വരുത്തുന്നതായ തിന്മകളുടെ ആ തീഷ്ണതയെക്കുറിച്ച്, ആഴത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നത്തെ അത്യാധുനിക ലോകത്തിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ലോകത്തിൽ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം മുന്നറിയിപ്പുകളെ അവഗണിച്ചതാകുന്നു എന്ന് കാണുവാൻ കഴിയും. ഇന്നേക്കൊരു 100 വർഷങ്ങൾക്കപ്പുറത്ത് 1912 നടന്നതായ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രി വിശദമായി നമ്മൾ ചിന്തിച്ചു. സത്യത്തിൽ ആ ദുരന്തത്തിലൂടെ 1000-ലധികം ജനങ്ങളുടെ ജീവൻ അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴുവാൻ കാരണമായി തീർന്നത് ഒരു മുന്നറിയിപ്പ് അവഗണിച്ചതിലൂടെയാണ്. അതുപോലെ അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് അമേരിക്ക അവഗണിച്ചതിൻ്റെ പേരിൽ 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചാമ്പൽ കൂനിയായി തീരുകയും ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ അറിയപ്പെടുവാനും ഇടയായി തീർന്ന ദുരന്തത്തിന് കാരണം മുന്നറിയിപ്പ് അവഗണിച്ചതിലൂടെയാണ്. ഇന്ന് വർത്തമാനകാലത്ത് ലോകത്തിൽ എത്രയോ വാഹന അപകടങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. വാഹന അപകടങ്ങൾ സംഭവിക്കുന്ന ഒരിക്കലും ട്രാഫിക് നിയമങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല, മറിച്ച് ട്രാഫിക് നിയമങ്ങൾ തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ അപകടത്തെ ക്ഷണിച്ചു വരുത്തിയാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ലംഘിച്ചാൽ ഭയങ്കരമായ ശിക്ഷാവിധിക്കും ദൈവ കോപത്തിനും ഇടയായിത്തീരുന്നതായ 2 അതിപ്രധാനമായ മുന്നറിയിപ്പുകളെ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചിട്ടാണ് ദൈവത്തിൻ്റെ സന്ദേശം നമ്മൾ അവസാനിപ്പിച്ചത്. പ്രാരംഭമായി നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്ത് തുടങ്ങിയതും
ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും സഭയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും രക്ഷിക്കപ്പെട്ട അനേക മനുഷ്യരുടെ സാക്ഷിയാൽ ഉറപ്പിക്കുന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും എങ്ങനെ തെറ്റി ഒഴിയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചതായ മുന്നറിയിപ്പ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സ്വസ്ഥതയെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്നു. ആ സ്വസ്ഥത പ്രാപിക്കുവാൻ അക്ഷരികമായി ഇസ്രായേൽ ജനത്തിന് സാധിച്ചില്ല. ആകയാൽ അവൻ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയുടെ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ ഭയപ്പെടുക എന്ന വിഷയത്തെക്കുറിച്ചും കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ആലോചന അവസാനിപ്പിച്ചത്. ഇന്നും അനേക വിഷയങ്ങൾ ഇതിനെ ആധാരമാക്കി ചിന്തിക്കുവാനുണ്ട്. ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ലഭിക്കുന്ന അല്പസമയം കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിലുള്ളൊരു ഹ്രസ്വമായ വിഷയമല്ല ദൈവവചനത്തിലെ മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. എങ്കിലും ദൈവം തരുന്ന സമയപരിധിക്കുള്ളിൽ അതിപ്രധാനമായ 2-3 മുന്നറിയിപ്പുകൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. 2-ാം സങ്കീർത്തനത്തിലേക്ക് പ്രാരംഭമായി നമുക്ക് കടന്നു പോകാം. 2-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ലംഘിച്ചാൽ ഭയങ്കരമായ ശിക്ഷാവിധിക്ക് ഹേതുവായി തീരുന്ന ഒരു മുന്നറിയിപ്പിനെ തിരുവെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവീൻ എന്ന് നമ്മെ മുന്നറിയിക്കുകയാകുന്നു. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, പക്ഷേ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യരൊക്കെയും ഭാഗ്യവാന്മാർ എന്ന് സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അവൻ ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് സിയോനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സർവശക്തനായ ദൈവം പുത്രനെ സ്വീകരിച്ച് സിയോനിൽ രാജാവായി വാഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം സ്വർഗത്തിൽ സ്വീകരിച്ച് അവനെ സിംഹാസനത്തിൽ ഇരുത്തി രാജാവായി വാഴിച്ചിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഈ ഭൂതലത്തിൽ ന്യായം വിധിക്കുവാനുള്ള ന്യായവിധിയുടെ ചെങ്കോൽ പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചിട്ട് ന്യായവിധിയുടെ അധികാരം പിതാവ് പുത്രന് കൈമാറുന്നത് കാണുവാൻ സാധിക്കുന്നു. ന്യായവിധിയുടെ അധികാരം പുത്രന് കൈമാറിയിട്ട് ലോകത്തിലെ രാജാക്കന്മാരോടും ലോകത്തിലെ ന്യായാധിപന്മാരോടും ലോകത്തിലെ ജാതികളോടും ദൈവം വിളിച്ചു പറയുന്നതായ ഒരു സന്ദേശം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലെ രാജാക്കന്മാരെ വിളിച്ച് പറയുകയാകുന്നു ചെയ്യുന്നത്, രാജാക്കന്മാരെ, സ്വർഗത്തിൽ ഒരു മഹാരാജാവ് വാഴുന്നത് കൊണ്ട് നിങ്ങൾ അവന്റെ അടുക്കൽ വന്ന് ബുദ്ധി പഠിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനന്തരം ലോകത്തിലെ ന്യായാധിപന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ലോകത്തിലെ ന്യായാധിപന്മാരെ, സ്വർഗത്തിൽ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവന്റെ അടുക്കൽ വന്ന് നിങ്ങൾ ഉപദേശം തേടുവാൻ അവിടെ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ ലോകത്തെ ഭരിക്കുന്ന രാജാക്കന്മാരും ലോകത്തെ വിധിക്കുന്ന ന്യായാധിപന്മാരും സ്വർഗത്തിൽ അധികാരം നടത്തുന്ന മഹാരാജാവായിരിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ബുദ്ധി പഠിക്കുകയും ലോകത്തിൽ ന്യായം വിധിക്കുന്നവനായ സ്വർഗത്തിൽ നിന്ന് ന്യായം വിധിക്കുന്ന കർത്താവിന്റെ അടുക്കൽ വന്ന് ഉപദേശം പഠിക്കുവാനും ഓർപ്പിച്ചിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല ജാതികളുമായുള്ളവരെ അവന്റെ അടുക്കൽ വന്നിട്ട് അവന്റെ കാൽക്കൽ വീഴുവാൻ പറയുന്നു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവീൻ എന്നവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ മുന്നറിയിക്കുകയാകുന്നു ചെയ്യുന്നത്. ആകയാൽ അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ സകല ജാതികളുമായുള്ളവരെ പുത്രനെ ചുംബിച്ചുകൊള്ളുവീൻ. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ യാത്രയിൽ ഒരു യാത്രികന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ പരദീസയിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിൽ എത്തിച്ചേരുക, സ്വർഗത്തിൽ എത്തിച്ചേരുക. സ്വർഗത്തിലേക്ക് മോക്ഷപുരത്തെ ലക്ഷ്യമാക്കി പരദീസയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് ഒരു ഭക്തന്റെ ആത്മീക ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജീവിതയാത്രയിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അവൻ
അവൻ പുത്രന്റെ കാലുകളിൽ, കർത്താവിന്റെ പാദങ്ങളിൽ ചുംബിക്കുവാൻ ഇവിടെ തിരുവെഴുത്തമ്മയെ ഓർപ്പിക്കുന്നു. നമുക്കറിയാം എത്രയോ മഹാന്മാരായ മനുഷ്യർ, എത്രയോ ശ്രേഷ്ഠരായവർ വിശ്വാസ ജീവിതയാത്ര സതുദ്ദേശത്തോടെ ആരംഭിച്ചു. പക്ഷേ അവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പലർക്കും സാധിച്ചില്ല. പലരും വഴിയിൽ പട്ടുപോകുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം തിരുവെടുത്ത് പഠിക്കുമ്പോഴും അലക്സാണ്ടറിനെ കുറിച്ചും ഹ്യൂമനിയോസിനെ കുറിച്ചും പറയുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ കപ്പൽ മുങ്ങിപ്പോയി എന്ന് തിരുവെടുത്ത് പറയുന്നു. ദേമാസ് എന്ന് പറയുന്ന ഭക്തനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ലോകത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് അവൻ വഴിയിൽ വെച്ച് പട്ടുപോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? എത്രയോ പേർ ജീവിതയാത്ര ആരംഭിച്ചിട്ട് വഴിയിൽ വെച്ച് പട്ടുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന്റെ കാരണം അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുവീൻ. നമുക്ക് ഈ വർത്തമാനകാല ലോകത്ത് ജീവിക്കാൻ നമുക്ക് പറയാം എത്രയോ പേർ സതുദ്ദേശത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ട് അവർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ വഴിയിൽ പട്ടുവീണിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ദുഃഖിതനായൊരു ഭക്തകവി ഒരിക്കൽ ഹൃദയം നൊന്നിട്ട് മനോഹരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ പാട്ട് എഴുതിയെന്ന് മാത്രമല്ല, ആ പാട്ട് എഴുതിയ ആ ഭക്തനും പിന്നീട് തൻ്റെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വഴിയിൽ വീണു പോകുന്നൊരു കാഴ്ച ദുഃഖത്തോടെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ ലോകത്തിനുണ്ടായി. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഭക്തൻ ഇങ്ങനെയാണ് പാടിയത്: എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം വീരവുമാൻകളിൽ വീണവരിൻ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം വീരവുമാൻകളിൽ വീണവരിൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥിർഗമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സുസ്ഥിർഗമേ തവ നാമം. ഒരു കാലത്ത് ഭക്തന്മാരായി ശക്തന്മാരായി ജീവിച്ച വീരഭൂമാങ്കൾ ഈ വിശ്വാസ ജീവിതത്തിന്റെ പോർക്കളത്തിൽ വഴിയിൽ പട്ടുവീണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോട് ഓർമ്മിക്കുന്നു. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ ആ മഹാരാജാവിന്റെ കാലുകളിൽ ചുംബിക്കുവീൻ. പുത്രനെ ചുംബിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഓർപ്പിക്കുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടതെല്ലാം കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ട, ജീവരക്ഷയ്ക്ക് വേണ്ട സകല മാർഗങ്ങളും കർത്താവ് കാൽവരിയിൽ തുറന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ രോഗശാന്തിക്ക് വേണ്ട മുഴു കഷ്ടങ്ങളും കർത്താവ് കാൽവരിയിൽ സഹിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു മനുഷ്യന്റെ സമാധാനത്തിന്റെ ശിക്ഷ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ സഹിച്ചു. ഈ മുഴു കഷ്ടവും കാൽവരിയിൽ സഹിച്ചിട്ട് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നസ്രായൻ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈ മുഴു ഭൂതലത്തിന്റെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിന്റെ മധ്യത്തിൽ ഉയർന്ന് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ നിൽക്കുന്ന ക്രൂശിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ യേശു തമ്പുരാൻ ലോകത്തെ വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഇതാണ്: സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്ങനെ നോക്കി രക്ഷപ്പെട്ടുകൊള്ളി, ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ലല്ലോ എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ആകയാൽ രക്ഷ പ്രാപിക്കുവാൻ ഈ ക്രൂശന്റെ അടുത്തേക്ക് വരുവീൻ. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവീൻ. ആ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കാം. നസ്രായന്റെ പാദങ്ങളിൽ ചുംബിക്കാം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശമായ കനാനെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുമ്പോൾ മരുഭൂമിയിൽ വെച്ച് വിഷമുള്ള അഗ്നിസർപ്പങ്ങൾ ഇസ്രായേൽ ജനത്തെ കടിയേറ്റ് അനേകർ മരുഭൂമിയിൽ പട്ടുവീണപ്പോൾ മോശ, ദൈവത്തിന്റെ പ്രവാചകനായ മോശ ദൈവസന്നിധിയിൽ നിലമ്പാട് വീണിട്ട് കർത്താവിനോട് കരഞ്ഞു: കർത്താവേ,
ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം മോശയോട്, മോശേ, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഒരു കടിമരത്തിന്മേൽ തൂക്കുക. അഗ്നിസർപ്പങ്ങളുടെ കടിയേൽക്കുന്ന ആരെങ്കിലും ആ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തെ നോക്കിയാൽ അവന് സൗഖ്യം വരും, അവന് ജീവരക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. ഈ സംഭവത്തിൽ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ മരണത്തിനും ജീവനും ഇടയിൽ പടയുന്ന അനേക ഇസ്രായേൽ മക്കൾ ഉയർത്തപ്പെട്ട അഗ്നിസർപ്പത്തെ നോക്കി, പിത്തള സർപ്പത്തെ നോക്കി ജീവരക്ഷ പ്രാപിച്ചുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ച് ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ ഭൂതലത്തെ നോക്കി പറഞ്ഞു, മോശ പണ്ട് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്തിനു വേണ്ടി എന്നറിയാമോ? ആ ക്രൂശിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തിയും ജീവരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി. ആകയാൽ ആ ക്രൂശിലേക്ക് നോക്കുവീൻ. ആ പിച്ചള സർപ്പം എന്തിനെ കാണിക്കുന്നു? ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം മാനവജാതിയുടെ പാപത്താൽ വിഷലിപ്തമായിരിക്കുന്ന നസ്രായന്റെ ശരീരത്തെ കാണിക്കുന്നു. ആ പിച്ചള എന്തിനെ കാണിക്കുന്നു? ആ കൽവറിയിൽ നിന്ന് ഒഴുകുന്നതായ ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ആകയാൽ നസ്രായന്റെ കാലുകളെ ചുംബിച്ച് നമുക്ക് ജീവരക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവിന്റെ കാലുകളിൽ ചുംബിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും വിടുതലുണ്ട്, നിശ്ചയമായിട്ടും അനുഗ്രഹമുണ്ട്. യേശുവിന്റെ പാദങ്ങളിൽ ചുംബിക്കുക എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ശരിയായ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചാൽ, രണ്ട് രാജാക്കന്മാർ പുരാതന കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ അവരിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. തോക്കുന്ന രാജാവ് ജയിക്കുന്ന രാജാവിന്റെ അടുക്കൽ വന്നിട്ട് ആ രാജാവിന്റെ പാദങ്ങളിൽ പിടിച്ച് ചുംബിക്കും. എന്ന് വെച്ചാൽ ഞാൻ കീഴടങ്ങുന്നു, ഞാൻ നിനക്ക് ദാസൻ, ഞാൻ നിനക്ക് അടിമ എന്നാകുന്നു അതിന്റെ അർത്ഥം. ഇവിടെ യേശുവിന്റെ പാദങ്ങളിൽ ചുംബിക്കുവാൻ പറയുമ്പോൾ അവന്റെ കാലുകളിൽ പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ ഇതാ സറണ്ടർ ചെയ്യുന്നു, ഞാൻ നിനക്ക് അടിമ, ഞാൻ നിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാൽക്കച്ചെന്ന് അഭയം ചൊല്ലുന്നതായ ഒരു ഭക്തന്റെ അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ കർത്താവിന്റെ കാൽക്കൽ ചെന്ന് പിടിച്ചോ, നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. തിരുവെടുത്ത് പഠിക്കുമ്പോൾ യേശുവിന്റെ കാൽക്കൽ പിടിച്ചൊരു സഹോദരിയെ കാണുവാൻ സാധിക്കുന്നു. മദ്ഗലക്കാരത്തി മറിയ. പരീശനായ ശീമോന്റെ വീട്ടിൽ വിരുന്നിരിക്കുമ്പോൾ പാപിനിയായ മദ്ഗലക്കാരത്തി മറിയ യേശുവിന്റെ കാൽക്കൽ ചെന്നിരുന്ന് കരഞ്ഞ് അവളുടെ കണ്ണുനീര് കൊണ്ട് ആ പുണ്യപാദങ്ങൾ കഴുകിയിട്ട് അവളുടെ തലമുടി കൊണ്ട് ആ പുണ്യപാദങ്ങൾ തുടച്ചിട്ട് ആ കാലുകളിൽ തെരുതെരെ അവൾ ചുംബിച്ചു കരഞ്ഞു. കർത്താവായ യേശുക്രിസ്തു അവളുടെ സങ്കടവും അനുതാപവും ഏറ്റുപറച്ചിലും കണ്ടിട്ട് അവളുടെ അസംഖ്യം അനവധിയായ പാപത്തിന്റെ കുറ്റം അവളെ ക്ഷമിച്ച് അവളെ പാപത്തിൽ നിന്ന് വിടിപ്പിച്ച് സ്വതന്ത്രയായി വിട്ടയക്കുകയാകുന്നു ചെയ്യുന്നത്. ആകിയാൽ ഇന്ന് രാത്രികാലം അവൻ കോപിച്ചിട്ട് വടിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ യേശുവിന്റെ കാലുകളിൽ ചുംബിക്കുന്നവരായി തീരാം. അവന്റെ പാദത്തിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി അഭയം പ്രാപിക്കുന്നവരായി തീരാം. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 39-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവിടെ അല്ല, എബ്രായലേഖനം 3-ന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, നാമോ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കുവാൻ അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നമ്മളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം ഒരു വ്യക്തിക്ക് പോലും ഉണ്ടാകട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായത്തിന് 39-ാം വാക്യത്തിൽ വായിക്കുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുവീൻ. ആകയാൽ നസ്രായന്റെ പാദങ്ങളെ നമുക്ക് ചുംബിക്കാം, യേശുവിന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാം. ആ പാദങ്ങളിലേ നമുക്ക് വിടുതലുള്ളൂ, ആ പാദങ്ങളിലേ നമുക്ക് ആശ്വാസമുള്ളൂ, ആ പാദങ്ങളിലേ നമുക്ക് അഭയമുള്ളൂ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വരും മുമ്പ് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ മുംബൈ പട്ടണത്തിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് രോഗിയായി തീർന്നു. ബോംബെയിൽ അംബർനാഥ് സഭയിലെ വിശ്വാസിയെ ഞാൻ ഇരിക്കുന്ന സന്ദർഭം എന്നെ വിശ്വാസഭവനത്തിലേക്ക് അവിടുത്തെ മദർ, പിൽക്കാലത്ത് സെൻട്രൽ മദറായ എസ് കുഞ്ഞോളമച്ചി വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുവന്ന് ഫെയ്ത്തോമിൽ താമസിപ്പിച്ചു. കഠിനമായ പനിയാൽ ഞാൻ കഷ്ടപ്പെടുകയാണ്. രാത്രി വിശ്വാസഭവനത്തിൽ കിടന്നു. അടുത്ത പ്രഭാതമായി ഞാൻ ഭയങ്കരമായ ക്ഷീണത്തിൻ്റെ ആലസ്യത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ 4 മണി സമയത്ത്, സ്തോത്രാരാധനയുടെ സമയത്ത് സഹോദരിമാർ പാട്ടുപാടി അപ്പുറത്തെ മുറിയിൽ ആത്മാവിൽ നിറയുക. ഞാനൊരു നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞെട്ടി ഉണരുന്നത്. അപ്പുറത്ത് കേട്ട ശബ്ദം ഞാൻ ഉറക്കത്തിൽ കാതോർത്തപ്പോൾ അവിടെ അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ, അനുദിനം നിൻ പാടം ഗതിയെ, അടിയാനു നിൻ കൃപമതി
പ്രിയമുള്ളവരെ, ഈ പാട്ട് നമ്മുടെ സഹോദരിമാർ പാടി അതിരാവിലെ 4 മണിക്ക് പാടി ദൈവത്തെ സ്തുതിച്ചിട്ട് ഈ സഹോദരിമാർ ആത്മാവിൽ നിറയുമ്പോൾ അവർ നിലവിളിക്കുന്നൊരു വാക്ക് എൻ്റെ കാതുകളിലെത്തി. കർത്താവേ, നിന്റെ പാദങ്ങളിലേ ഞങ്ങൾക്ക് ഗതിയുള്ള കർത്താവേ, നിന്റെ പാദങ്ങളിലേ ഞങ്ങൾക്ക് ഗതിയുള്ള കർത്താവേ. ഈ നിലവിളിയുടെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, എൻ്റെ ഹൃദയം ഉടഞ്ഞുപോയി. ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു, കർത്താവേ, ഞാൻ എത്ര അരിഷ്ടൻ. അവിടെ കിടന്നുകൊണ്ട് കർത്താവിനെ കാണുവാൻ സഹായിച്ചു. ആ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ കർത്താവിനെ തൊട്ടു, കർത്താവിനെ സൗഖ്യമാക്കി. ഞാൻ സൗഖ്യമുള്ളവനായിട്ട് എഴുന്നേറ്റ് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ആകിയാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അവൻ്റെ പാദങ്ങളിലേ നമുക്ക് ഗതിയുള്ളൂ, അവൻ്റെ പാദങ്ങളിലേ നമുക്ക് വിടുതലുള്ളൂ, അവൻ്റെ പാദങ്ങളിലേ നമുക്ക് സൗഖ്യമുള്ളൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നറിയാമോ? ഇതാ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ കോപം ലോകത്തിൽ ജ്വലിക്കുമ്പോൾ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അവിടെ ഒരു കൂട്ടം ജനത്തെ കാണുന്നു. അവർ കസ്രായന്റെ പാദങ്ങളിൽ ചുംബിച്ചിട്ടുള്ളവരല്ല, യേശുവിന്റെ പാദങ്ങളിൽ പിടിച്ചിട്ടുള്ളവരല്ല. അവരാരാണെന്നറിയാമോ? അത് അന്നത്തെ രാജാക്കന്മാർ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ തിരുസഭ എടുക്കപ്പെട്ടതിനു ശേഷം ലോകത്ത് ഭരണം നടത്തുന്ന രാജാക്കന്മാരും അവിടുത്തെ മഹത്തുക്കളും അവിടുത്തെ സഹസ്രാധിപന്മാരും അവിടുത്തെ ധനവാന്മാരും അവിടുത്തെ ബലവാന്മാരും അവിടുത്തെ ദാസന്മാരും അവിടുത്തെ സ്വതന്ത്രന്മാരുമായി ഏവരും അവിടെ കൊട്ടാരങ്ങൾ വിട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഓടുകയാണ്. അവർ ഓടി മലകളിലേക്ക് ചെന്നിട്ട്, അവർ ഗുഹകളിലേക്ക് ചെന്നിട്ട് അവർ ഉറക്ക മലകളെ നോക്കി വിളിച്ചു പറയുന്നു, മലകളെ ഞങ്ങളുടെ മേൽ വീടുവീൻ, ഗുഹകളെ ഞങ്ങളെ ഒന്ന് മറയ്ക്കുവീൻ, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ ഒന്ന് മറയ്ക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് പാറയിലും ഗുഹയിലും അഭയം പ്രാപിക്കുന്ന രാജാക്കന്മാരെ, പട്ടാള മേധാവികളെ, സമ്പന്നന്മാരെ, ഈ ലോകത്തിന്റെ മഹത്തുക്കളെ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ ദർശനമുണരുന്നത്. ആകിയാൽ മനസ്സിലാക്കിക്കോ, ഇത് കർത്താവിന്റെ കാലുകളിൽ അഭയം പ്രാപിക്കാനുള്ള സമയം. ഈ സമയത്ത് നമ്മൾ അഭയം പ്രാപിച്ചില്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം സഹോദരന്മാരെ, ഓടേണ്ടവരും സ്തോത്രം, അഭയത്തിന് വേണ്ടി ഇറങ്ങി ഓടേണ്ടവരും. സകലതും വിട്ട് പണിതുണ്ടാക്കിയ വീടും പിന്നെ കെട്ടിയുണ്ടാക്കിയതായ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകളും ബാങ്ക് ബാലൻസുകളും ബന്ധുക്കളും എന്ന് വേണ്ട, ലോകത്തുള്ള സകലതും വിട്ട് ജീവരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥ വരും. അത് സംഭവിക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നിങ്ങൾ നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളി. ദൈവത്തിന്റെ വചനത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. വീണ്ടും കടന്നു വരുമ്പോൾ മറ്റൊരു മുന്നറിയിപ്പ്, എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അടുത്തത് നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തിയിലേക്ക് വളരുവാൻ ശ്രമിക്കുവീൻ. അതൊരു മുന്നറിയിപ്പാ. ശ്രമിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കാണുവാൻ സാധിക്കുന്നു. 1, ദൈവസഭയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. 2, ഈ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി കുരുങ്ങിക്കിടക്കരുത്. 3, ഈ അടിസ്ഥാനം വിട്ട് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പരിജ്ഞാനപൂർത്തിയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. ഈ 3 അതിപ്രധാനമായ വിഷയങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, മരിച്ചവരുടെ പുനരുത്ഥാനം, കൈവപ്പ്, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ഈ ആദ്യവചനങ്ങൾ വിട്ട് പരിജ്ഞാനപൂർത്തിയിലേക്ക് നമ്മൾ കടന്നു പോകണം. ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ 2 കാര്യങ്ങളുണ്ട്. 1, ദൈവസഭയ്ക്ക് ഒരടിസ്ഥാനമുണ്ട്. 2, ഈ അടിസ്ഥാനത്തിൽ കുരുങ്ങിക്കിടക്കാതെ പരിജ്ഞാനപൂർത്തിയിലേക്ക് നമ്മൾ കടന്നു പോകണം. അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത്, അടിസ്ഥാനമില്ലെങ്കിൽ പിന്നീട് കെട്ടിപ്പണിയുവാൻ സാധിക്കത്തില്ലല്ലോ. ആദ്യം അടിസ്ഥാനമിടുക, അടിസ്ഥാനത്തിൽ നിന്നും പരിജ്ഞാനപൂർത്തിയിലേക്ക് വളർച്ച പ്രാപിക്കുക. അവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ആദ്യം അടിസ്ഥാനമിടണം. എന്തൊക്കെയാണ് അടിസ്ഥാനങ്ങൾ? 6 അടിസ്ഥാനങ്ങളെ കുറിച്ച് ഇവിടെ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 1
ഒന്നാമത്തെ അടിസ്ഥാനം നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ളതായ മാനസാന്തരം. അത് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനമാണ്. നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യ ജീവിതം സൗരഭ്യം വിതറുന്ന ജീവിതമാണ്, സുഗന്ധം പരത്തുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: രക്ഷിക്കപ്പെട്ടവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും ഞങ്ങൾ ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യവാസനയുള്ളവരായി ജീവിക്കുന്നു. ഒരു ഭക്തന്റെ ജീവിതം ഈ ലോകത്തിൽ ക്രിസ്തുവിന് സൗരഭ്യവാസനയാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ജനം ലോകത്തിന് പ്രകാശം വിതറുന്ന വെളിച്ചവും ലോകത്തിന് സൗരഭ്യം പകരുന്നതായ പനിനീർ പുഷ്പവുമാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്കറിയാമല്ലോ, നൂറ്റാണ്ടുകളായി ലോകചരിത്രത്തെ സ്വാധീനിച്ച എത്രയോ ക്രിസ്തീയ ഭക്തന്മാർ ഈ ലോകം വിട്ട് കടന്നുപോയിട്ടും ഇന്നും അവരുടെ ജീവിതം സൗരഭ്യം വിതറുന്നതായി 21-ാം നൂറ്റാണ്ടിലും 2016-ലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ജീവിതം സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുക. വില്യം കേറി, DL മൂഡി, റോബർട്ട് റെക്സ്, ജോർജ് മുള്ളർ, CH സ്വർജൻ, സാധു സുന്ദർ സിംഗ്, ജോൺ ബസ്ലി, ജോൺ ബെനിയൻ, പാസ്റ്റർ പോൾ, എത്രയോ ഈ നിലവാരത്തിൽ ആയിരക്കണക്കിന് ഭക്തന്മാരെ നമുക്ക് എടുക്കാൻ കഴിയും. ഇവരൊക്കെ കാലയവനികയ്ക്കുള്ളിലായിട്ട് എത്രയോ കാലങ്ങൾ പിന്നിട്ടു. സഹോദരന്മാരെ, അവിടെ ജീവിതം വിതറിയ സൗരഭ്യം ഇന്നും നമ്മുടെ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ക്രിസ്തീയ ജീവിതം സൗരഭ്യമുള്ളൊരു ജീവിതമാണ്. പക്ഷെ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം ദുർഗന്ധപൂരിതമായ ജീവിതമാണ്. പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തന് ലോകത്തിന് സൗരഭ്യം കൊടുക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. അവന്റെ ജീവിതം ദുർഗന്ധപൂരിതമായ ജീവിതമാണ്. കാരണം എന്തെന്നറിയാമോ? അവന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രവർത്തികൾ നിർജീവ പ്രവർത്തികളാണ്. എന്ന് വെച്ചാൽ ചത്ത പ്രവർത്തികളാ ഉള്ളിൽ കിടക്കുന്നത്. നമുക്കറിയാമല്ലോ, ചത്ത ഏതൊരു വസ്തുവും എന്ത് സംഭവിക്കും? അല്പം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നാറ്റം വമിക്കുവാൻ തുടങ്ങും. കണ്ടിട്ടില്ലേ? ചിലരുടെയൊക്കെ വീടുകളിൽ എവിടെങ്കിലും ഒരു എലി ചത്തിരുന്ന് കഴിഞ്ഞാൽ 2 ദിവസമാകുമ്പോൾ പിന്നെ വീട് മുഴുവനും ശുദ്ധീകരിക്കേണ്ടി വരും. ചത്ത സാധനം എവിടെ ഇരുന്നാലും നാറ്റം വമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അകത്ത് ചത്ത പ്രവർത്തികൾ, നിർജീവമായ പ്രവർത്തികൾ കിടന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം ദുർഗന്ധം സമൂഹത്തിന് പരത്തും. മദ്യപാനം ഒരു നിർജീവ പ്രവൃത്തിയ. മദ്യപാനത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ സമൂഹത്തിന് ദുർഗന്ധം പരത്തുന്നു. പുകവലി ഒരു നിർജീവ പ്രവൃത്തിയ. പുകവലിക്കുന്ന ഒരുത്തന്റെ അടുത്തോട്ട് പാമ്പോലും പറ്റത്തില്ല. വാ തുറന്നു കഴിഞ്ഞാൽ തിരുവെടുത്ത് പറഞ്ഞ അവന്റെ വായ തുറന്ന ശവക്കുഴി കണ്ടിട്ടില്ലേ? ശവക്കുഴി തുറന്നാൽ എന്തോ ഒരു സ്മെല്ലാണെന്നറിയാമോ? ഇതുപോലെ അകത്തോട്ട് വലിച്ചു കയറ്റുന്നതിന്റെ വാ തുറന്നാൽ ഒരു 10 മീറ്റർ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം നിർജീവ പ്രവർത്തികളാ അകത്ത്. ചത്ത് പ്രവർത്തികൾ. മദ്യപിക്കുന്നവന്റെ ജീവിതം ദുർഗന്ധം, പുകവലിക്കുന്നവന്റെ ജീവിതം ദുർഗന്ധം, അശുദ്ധമായ ജീവിതം ചെയ്യുന്ന പാപപ്രവർത്തികളെ ജീവിക്കുന്ന ഒരുത്തന്റെ ജീവിതം അശുദ്ധമാകുന്നു. അത് ദുർഗന്ധം വഹിക്കുന്നതാകുന്നു. ആകയാൽ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 17-30 വാക്യത്തിൽ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു: അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവീൻ. ഈ നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണം. ചത്ത പ്രവർത്തികളോട് നിങ്ങൾ വിട പറയേണ്ടിയിരിക്കുന്നു. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിടക്കുന്ന നിർജീവ പ്രവർത്തികളിൽ നിന്നും അവനെ വിടുവിക്കുവാൻ ലോകത്തിൽ ആരെ കൊണ്ട് സാധിക്കും? ഏത് തത്വശാസ്ത്രത്തിനും സാധിക്കും, ഏത് ആശയങ്ങൾക്ക് സാധിക്കും? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്താൽ മരണപ്പെട്ട പ്രവർത്തികളിൽ നിന്നും അവനെ വിടുവിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് നസ്രായന്റെ രക്തമാകുന്നു. അത് തിരുവെടുത്ത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു: കുഞ്ഞാടിന്റെ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസാക്ഷിയിലെ ചത്ത പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആകയാൽ ചത്ത പ്രവർത്തികളിൽ നിന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവനിലേക്ക് മടങ്ങി വരണമെങ്കിൽ, അവന്റെ ദുർഗന്ധം മാറ്റണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ആ രക്തത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. എന്താണ് ആ രക്തത്തിന്റെ പ്രത്യേകത? എബ്രായ ലേഖനം 12-24 വാക്യത്തിൽ ആ രക്തത്തിന്റെ പ്രത്യേകത പറയുന്നു: അത് ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ എത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. പുണ്യാഹം ചെയ്യുന്ന രക്തമാണ്. എന്താ പുണ്യാഹം ചെയ്യാന്ന് വെച്ചാൽ? അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്, വിശുദ്ധീകരിക്കുന്ന രക്തമാണ്, പുണ്യാഹം ചെയ്യുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. ആകയാൽ
ആകയാൽ ഒരു പാപി അവന്റെ ജീവിതത്തിൽ ഒന്നാമത് ചെയ്യേണ്ടത് അവന്റെ നിർജീവ പ്രവർത്തികളിൽ നിന്നും അവൻ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ചെയ്യേണ്ടത് അടിസ്ഥാന പ്രമാണങ്ങൾ. രണ്ടാമത്തേത് ദൈവത്തിങ്കലെ വിശ്വാസം. ദൈവത്തിങ്കലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ക്രിസ്തീയ ലോകത്ത് നമ്മളിന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു ചുറ്റുപാടില്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു ഭക്തന്റെ ജീവിതത്തിൽ യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനവന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തിരിക്കണം. അതാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകാശത്തിലോ ഭൂമിയിലോ, ശ്രദ്ധിച്ചോണം, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ള അനേകർ കണ്ടെന്ന് പറഞ്ഞേക്കാം. ദേവന്മാരെന്ന് പേരുള്ള അനേകർ ആകാശത്തിലോ ഭൂമിയിലോ കണ്ടെന്ന് പറഞ്ഞാലും ദൈവമക്കളെ അടുത്ത വാക്യത്തിൽ പറയുന്നു, പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. നമുക്ക് ഒരൊറ്റ ദൈവം, പിതാവായ ഏകദൈവം. ആകാശത്തിലും ഭൂമിയിലും ദേവന്മാരെന്ന് പേരുള്ള ഒരുപാട് പേര് കണ്ടേക്കാം. പക്ഷേ പിതാവായ ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. എന്താണ് അവന്റെ പ്രത്യേകത? അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതാകുന്നു. സകലത്തിനും കാരണഭൂതൻ, ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതൻ, ജീവന്റെ കാരണഭൂതൻ, ഈ ഭൂമിയുടെ നിലനിൽപ്പിന്റെ കാരണഭൂതൻ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമമാകുന്നു. ആകയാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവിക തൃത്വത്തിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. വിശുദ്ധ മത്തായി 28:19 വായിക്കുന്നത് പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ദൈവിക തൃത്വത്തിലെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിങ്കലെ വിശ്വാസത്തിലായിരിക്കണം. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു ഗ്രന്ഥം വായിച്ചപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. താൻ പറയും, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം ടൈം മാഗസീൻ്റെ കൂട്ടായിരിക്കുകയാണെന്ന്. എന്ന് വെച്ചാൽ ടൈം മാഗസീൻ്റെ 1-ാമത്തെ പേജിൽ രാഷ്ട്രീയമാണ്, 2-ാമത്തെ പേജിൽ സിനിമയാണ്, 3-ാമത്തെ പേജിൽ സ്പോർട്സാണ്, 4-ാമത്തെ പേജിൽ ആർട്സാണ്. അതിൻ്റെ അവസാനത്തെ പേജിലാണ് ആത്മീയമായ സന്ദേശങ്ങൾ, മതപരമായ കാര്യങ്ങൾ എഴുതുന്നത്. ബാക്കി അതിൻ്റെ പ്രധാനപ്പെട്ട 1, 2, 3, 4 ഭാഗങ്ങളിലൊക്കെ രാഷ്ട്രീയം എഴുതും, രാഷ്ട്രീയം എഴുതും, അടുത്തത് പൊളിറ്റിക്സ് എഴുതും, സ്പോർട്സ് എഴുതും, സിനിമ എഴുതും, സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതാം. അതിൻ്റെ അവസാന ഭാഗത്ത് മതപരമായിട്ടുള്ള സന്ദേശങ്ങൾ കാണും. ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതം ടൈം മാഗസീൻ്റെ കൂട്ടായിരിക്കുക. ജീവിതത്തിൽ 1-ാം സ്ഥാനം രാഷ്ട്രീയത്തിന് കൊടുത്തിരിക്കുക. ഇനി അടുത്തത് ആരാ കയറുന്നുള്ള ചിന്ത ഇപ്പോഴേ ഹൃദയത്തിൽ ഭരിച്ചിരിക്കുക ചെയ്യുന്നത്. ഒരു ഭാഗത്ത് രാഷ്ട്രീയം, അടുത്ത ഭാഗത്ത് സ്പോർട്സ്, അടുത്ത ഭാഗത്ത് മറ്റു പല പ്രവർത്തികളും, സിനിമയൊന്നും ഞാൻ പറയത്തില്ല, മറ്റു പലതും കടന്നിട്ട് അവസാനത്തെ പേജിൽ വൈകിട്ട് 8 മണിയാകുമ്പോൾ പിള്ളേരെ സങ്കീർത്തനം വായിക്ക്, ഭക്ഷണം കഴിക്കണ്ടായോ എന്ന പേരിൽ അവസാനത്തെ പേജിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവത്തിങ്കലെ വിശ്വാസം അതൊരു ഭക്തന്റെ അടിസ്ഥാന പ്രമാണമാണ്. അവൻ തൃത്വ ദൈവത്തിൽ, പിതാവ്, പുത്രൻ, ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനായിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവുണ്ട്. ഇന്ന് നമ്മെ ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ഈ ദൈവിക തൃത്വത്തിലുള്ള വിശ്വാസം അടിയുറച്ച് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. 3-ാമത് പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. അവിടെ ബഹുവചന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്നാനങ്ങളെ കുറിച്ച്. ഒന്ന് വായിച്ചു നോക്കട്ടെ, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം ഒന്ന് വായിക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. സ്നാനങ്ങളെ അവിടെ ബഹുവചന രൂപത്തിൽ സ്നാനങ്ങളെ കുറിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ 3 സ്നാനങ്ങളുണ്ട്. ഈ 3 സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം നമ്മുടെ അടിസ്ഥാനമായിരിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിലെ 3 സ്നാനം: 1 വിശ്വാസത്താലുള്ള ജലസ്നാനം, 2 വിശ്വാസത്താലുള്ള ആത്മസ്നാനം, 3 അഗ്നി സ്നാനം. ഈ 3 സ്നാനങ്ങൾ നമ്മൾ ഏറ്റവരായിരിക്കണം. 1 ജലസ്നാനം ഏറ്റവരായിരിക്കണം, 2 ആത്മസ്നാനം പ്രാപിച്ചവരായിരിക്കണം, 3 അഗ്നിസ്നാനം ഏറ്റവരായിരിക്കണം. ഈ 3 സ്നാനങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളാകും. അതാ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. എന്താണ് ആ ജലസ്നാനം എന്ന് പറയുന്നത്?
ജലസ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി വിശ്വാസ സ്നാനം, ജലസ്നാനം സ്വീകരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലെ പ്രമാണമാണ്. അത് ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനയാണ്. അത് മാറ്റുവാൻ ലോകത്തിൽ ആരെ കൊണ്ടും സാധിക്കത്തില്ല. ഒന്നാമത്തെ മാർപ്പാപ്പയാണല്ലോ വിശുദ്ധ പത്രോസ്ലീഹ. പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ പ്രസംഗം നമുക്കൊന്ന് കോപ്പി അടിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-38 വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ്ലീഹയുടെ ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. അത് പത്രോസിന്റെ പ്രസംഗത്തിലുള്ളതാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ജലസ്നാനം സ്വീകരിക്കുക എന്ന് പറയുന്നത്. ജലസ്നാനം എന്ന് പറയുമ്പോൾ ചില ചിന്തിക്കുന്ന മതപരിവർത്തനത്തിന് വേണ്ടിയുള്ളതാണെന്ന്. മതത്തിൽ നിന്ന് മതത്തിലേക്ക് ചേറ്റുവാനല്ല, ഒരിക്കലും മതത്തിൽ നിന്ന് മതത്തിലേക്ക് ചേർക്കുവാനുള്ള ഒരു ചടങ്ങല്ല ജലസ്നാനം. ജലസ്നാനം മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു കർമാചാരമല്ല, മറിച്ച് ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാകുന്നു ജലസ്നാനം എന്ന് പറയുന്നത്. അവൻ പരസ്യമായി ജലസ്നാന കടവിലേക്ക് വന്ന് കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചെന്ന മാതൃകയിൽ അവൻ വിശ്വാസ സ്നാനം ഏറ്റെടുക്കുമ്പോൾ അവൻ ചുറ്റും കൂടി നിൽക്കുന്ന ലോകത്തോട് വിളിച്ചു പറയുകയാണ്, പരസ്യ പ്രഖ്യാപനം നടത്തുന്നു, ഞാൻ ഇന്നു മുതൽ യേശുവിനോട് ചേർന്ന് ജീവിക്കും. ആ പരസ്യ പ്രഖ്യാപനമാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ് ദൈവമക്കളെ. അടുത്തത് രണ്ടാമത്തെ സ്നാനം, ആത്മസ്നാനം. ആത്മസ്നാനം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു ദൈവപൈതലിന് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കുവാൻ ഇടയായിത്തീരും. എന്ന് വെച്ചാൽ ദൈവിക തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ ഹൃദയത്തിൽ ആവസിക്കും. അതോടുകൂടെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു ദൈവപൈതലിന്റെ ഹൃദയം, അവന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറ്റപ്പെടും. പരിശുദ്ധാത്മാവ് ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അതിന്റെ ലക്ഷണം എന്തെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ തിരുവെടുത്ത് പറയുന്നു, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവരെല്ലാവരും മറുഭാഷകളിൽ സംസാരിച്ചു, അന്യഭാഷകളിൽ സംസാരിച്ചു. ആത്മസ്നാനം പ്രാപിക്കുന്നതിന്റെ പ്രകടമായ ലക്ഷണമാണ് ആത്മസ്നാനം പ്രാപിക്കുന്ന ഒരു വ്യക്തി മറുഭാഷയിൽ സംസാരിക്കും. അല്പം മുമ്പ് ഇവിടെ കൂടി വന്നവരെല്ലാം കൂടെ, ഈ സദസ്സിലിരുന്നവരെല്ലാം കൂടെ ആത്മസ്നാനം പ്രാപിച്ച് പലർക്കും തിരിച്ചറിയാത്ത ഭാഷയിൽ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു കേട്ടു. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവർ ദൈവത്തോട് അത്രയേ സംസാരിക്കുന്നത്. ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ. ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്. ആത്മസ്നാനം പ്രാപിച്ചതിന്റെ പ്രകടമായ ലക്ഷണമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിച്ചിട്ട് ഈ ദുഷ്ടലോകത്തിൽ സകല സത്യത്തിലൂടെയും നമ്മെ ആത്മാവ് ഗൈഡ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുക. പാപത്തിന്റെ മുൻപിൽ വരുമ്പോൾ ദൈവത്തിന് നീതി ഇതാണെന്നും അത് ലംഘിച്ചാൽ ശിക്ഷാവധി ഇതാണെന്നും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ബോധം വരുത്തിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആസന്ന പ്രത്യക്ഷതയിൽ അവന്റെ കാഹളം മധ്യാകാശ വിരവിൽ കേൾക്കുമ്പോൾ ഒരു ഇമപ്പൊടികൾ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി സ്വർഗീയ ശരീരമാക്കി തീർക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ. അതുകൊണ്ട് ആത്മസ്നാനം ഏൽക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അടിസ്ഥാന പ്രമാണമാണ്. മൂന്നാമത്തെ സ്നാനമാണ് അഗ്നിസ്നാനം എന്ന് പറയുന്നത്. അഗ്നിസ്നാനം എന്ന് പറയുമ്പോൾ വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അവന്റെ വിശ്വാസ ജീവിതത്തിൽ അഗ്നിയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്ന് വെച്ചാൽ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും, കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. വിശുദ്ധ പൗലോസ് ബർന്നബാസ് ജനത്തെ പ്രബോധിപ്പിച്ച് ധൈര്യപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ദൈവരാജ്യത്തിൽ കടക്കുക എന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമല്ല. പലരും ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് SSLC പരീക്ഷ എഴുതി ഓൾ പോസ് കിട്ടുന്നത് പോലെ രക്ഷിക്കപ്പെട്ടെങ്കിൽ എല്ലാവരും അങ്ങ് കയറി ചെല്ലുമെന്നാണ് വിചാരിക്കുന്നത്. വഞ്ചിക്കപ്പെട്ടു പോകരുതേ. നമ്മുടെ യേശു തമ്പുരാൻ തന്നെ പറഞ്ഞു, ജീവനിലേക്കുള്ള മാർഗം ഇടുക്കമുള്ളതാകുന്നു, വഴി വളരെ ഞെരുക്കമുള്ളതാകുന്നു, അത് കണ്ടെത്തുന്നത് വളരെ ചുരുക്കമാണ്. എന്ന നരകത്തിലേക്ക് പോകണമോ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വളരെ വീതിയുള്ളതാണ്, അതിന്റെ വഴി വളരെ വിശാലമാണ്, അത് കണ്ടെത്തുന്നവർ ജനകോടികളായിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകിയാൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അഗ്നിസ്നാനം കഷ്ടതയിലൂടെ പോകുവാൻ, നമ്മെ തന്നെ വിശ്വാസത്തിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ, അപമാനം സഹിക്കുവാൻ, ഉപദ്രവങ്ങൾ ഏൽക്കുവാൻ, പടികൾ കേൾക്കുവാൻ
നമ്മുടെ ജീവിതത്തെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അഗ്നിസ്നാനത്തിലൂടെ കടന്നു പോകുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, അടുത്ത സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, അടുത്തത് കൈവപ്പ്. അത് ഒരു അടിസ്ഥാന പ്രമാണമാണ്. കൈവപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ നിയമ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് രാവിലെ കൈവച്ച അപ്പോസ്തലന്മാർ എന്നവർക്ക് പേര് കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ അവർ രാത്രി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവിടെ തലമേൽ കൈവച്ചിട്ട് അവരെ അപ്പോസ്തലന്മാരായി വേർതിരിച്ചു. ആകെ കൈവപ്പെന്ന് പറയുന്നത് പുതിയ നിയമസഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൈവപ്പ്. വിശുദ്ധന്മാരുടെ കൈവപ്പിനാലാകുന്നു ശുശ്രൂഷ ഏൽക്കുന്നത്, അപ്പോസ്തോലിക ശുശ്രൂഷ ഏൽക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് ഒരു പുതിയ നിയമ ശുശ്രൂഷയുണ്ട്. എന്താണ് ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത? ആരുടെ തലയിലാണ് കൈവെക്കേണ്ടത്? വ്യവസ്ഥയുണ്ട്. എല്ലാവർക്കും ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നതിന് അടിസ്ഥാനപരമായി ഒന്നാമത്തെ പ്രമാണം, ആ പ്രമാണം അനുഷ്ഠിച്ച അപ്പോസ്തലൻ പത്രോസ് ഒരിക്കൽ യേശുവിന്റെ അടുക്ക വന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോസ്തലൻ പത്രോസ് കർത്താവിനോട് ചോദിക്കുക. വിശുദ്ധ മത്തായി 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. 27-ാം വാക്യം, കർത്താവേ ഞങ്ങൾ സകലതും വിട്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ചോദ്യം ചോദിക്കുന്നു. ഞങ്ങൾ സകലതും വിട്ടല്ലോ കർത്താവേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോസ്തലത്വത്തിന്റെ ഒന്നാമത്തെ യോഗ്യത സകലതും വിടണം. കർത്താവ് 3 കാര്യങ്ങളാണ് വാഗ്ദത്തം ചെയ്തത്. 1 ഈ ലോകത്തിൽ വെച്ച്, 2 1000 ആണ്ട് വാഴ്ചയിൽ വെച്ച്, 3 നിത്യതയിൽ വെച്ച്. 3 കാലയളവിലും 3 ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും, 3 പ്രതിഫലം ലഭിക്കും. എന്താ? സകലതും എൻ്റെ നാമനിമിത്തം വിട്ടാൽ. എന്തൊക്കെ വിട്ടു? നാട് വിട്ടു, വീട് വിട്ടു, രക്തബന്ധങ്ങളെ വിട്ടു, ജഡബന്ധങ്ങളെ വിട്ടു, സ്വന്തം പ്രാണനെ പോലും തികച്ച് പകച്ച് എൻ്റെ പിന്നാലെ നീ വന്നു കഴിഞ്ഞാൽ 3 കാര്യം. 1 ഈ ലോകത്തിൽ വെച്ച് 100 മടങ്ങ് മാതാവിനെയും പിതാവിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മക്കളെയും വസ്തുവകളെയും വീടും ഒക്കെ നിനക്ക് കിട്ടും ഈ ലോകത്തിൽ വെച്ച്. പക്ഷേ മർക്കോസ് കുറെ കൂടെ ബുദ്ധിപരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചെടയ്ക്കൊരു വാക്കുകൂടെ ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ വെച്ച് ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് അപ്പന്മാരെയും 100 മടങ്ങ് അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മക്കളെയൊക്കെ കിട്ടും, വസ്തുവക വീട് എല്ലാം കിട്ടും. കാര്യം അല്പം ഉപദ്രവമൊക്കെ സഹിക്കേണ്ടി വരുമെന്നുള്ളതേ ഉള്ളൂ. ഉപദ്രവം സഹിച്ചാലും വേണ്ടില്ല, അപ്പന്മാരെ കിട്ടും, അമ്മമാരെ കിട്ടും, സഹോദരന്മാരെ കിട്ടും, സഹോദരിമാരെ കിട്ടും, വീട് കിട്ടും, എല്ലാം കിട്ടും കേട്ടോ. പക്ഷേ ഈ കർത്താവിൻ്റെ നാമനിമിത്തം വിടണം. ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, അതുമെല്ലാം വിട്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇന്ന് എത്രമാത്രം പിതാക്കന്മാരാ, എത്ര അമ്മച്ചിമാരാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര അമ്മച്ചിമാരുണ്ടെന്നറിയാമോ? ഞങ്ങളെ കരുതുവാൻ എത്ര ജ്യേഷ്ഠന്മാരുണ്ടെന്നറിയാമോ? ഞങ്ങളെ സ്നേഹിക്കുവാൻ എത്ര സഹോദരിമാരുണ്ടെന്നറിയാമോ? എത്ര കുഞ്ഞനിയന്മാരുണ്ടെന്നറിയാമോ? ഒരു വീട് വിട്ടപ്പോൾ ഞങ്ങൾക്ക് പാർക്കുവാൻ ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 3000-ഓളം വീടുകളാണ് ഞങ്ങൾക്ക് കിടക്കുന്നത്. എവിടെ പോയാൽ ഞങ്ങൾക്ക് താമസിക്കാം, ഇറങ്ങിപ്പോയെന്ന് ആരും പറയത്തില്ല. സ്തോത്രം. അതാണ് പ്രത്യേകത. ഈ ലോകത്തിൽ വെച്ച് 100 മടങ്ങ് അതെല്ലാം കിട്ടും. രണ്ടാമത് പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പുനർജന്മത്തിൽ അവനോടുകൂടെ 12 സിംഹാസനങ്ങളിൽ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. എല്ലാം വിട്ടുകഴിഞ്ഞാൽ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ് പുനർജന്മത്തിൽ അത് ലഭിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് യേശുക്രിസ്തു ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം വിട്ട നിങ്ങൾ അവനോടുകൂടെ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഈ ലോകത്തെ ന്യായം വിധിക്കും. ക്രിസ്തുവിന് ന്യായവിധിയുടെ അധികാരം ലഭിച്ചത് എല്ലാം വിട്ടുവരുന്ന വിശുദ്ധന്മാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ ലോകത്തെ ന്യായം വിധിക്കുവാൻ അധികാരം ലഭിക്കും. മൂന്നാമത്തെ പ്രതിഫലം നിത്യതയിലാണ് ലഭിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നു, നിത്യജീവനും അവകാശമാക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർക്ക് നിത്യജീവനും അവകാശമായി കിട്ടും. പക്ഷേ ഒരു കാര്യം, എല്ലാം വിട്ടുവരേണ്ടിയിരിക്കുന്നു. സകലതും വിടണം എന്ന് വെച്ചാൽ മാതാപിതാക്കള്, ജഡബന്ധങ്ങൾ, വസ്തുവകൾ, സ്വന്തം ജീവനെയും കൂടെ പകച്ചു വരുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ. സ്തോത്രം. അത് മാത്രമല്ല, ലോകത്തിലൊന്നുമില്ലാത്തവരായി വിശ്വാസ ജീവിതം ചെയ്യുന്നവരുമായിരിക്കണം. അടുത്തത്, അവർ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായി തീരുന്നവരായിരിക്കണം. ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരെന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ പേരിൽ അവർ ഈ ലോകത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അതാണ് അപ്പോസ്തലത്വത്തിന്റെ അടിസ്ഥാന യോഗ്യത. സുവിശേഷത്തിന്റെ പേരിൽ, സ്വർഗരാജ്യത്തിന്റെ പേരിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായിരിക്കണം. അവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ മനസ്സുള്ളവരായി ഈ ലോകത്തിൽ വിശ്വാസ ജീവിതം ചെയ്ത് ലോകത്തിൽ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് കർത്താവിനെ പിൻഗമിച്ചാൽ, വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് അവിടെ തലയിൽ കൈവച്ച്
അവരെ പൗരോഹിത്യ ശുശ്രൂഷ, അപ്പോസ്തോലിക ശുശ്രൂഷ ഏൽപ്പിക്കും. അതാണ് കൈവപ്പ് എന്ന് പറയുന്നത്. അത് പുതിയ നിയമസഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. അടുത്തതായ ഒരു പ്രമാണമാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. മരിച്ചവരുടെ പുനരുത്ഥാനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ നട്ടെല്ലാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം, മരണത്തിനു ശേഷം മരിച്ചവർക്ക് ഒരു ഉയർപ്പുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. അടുത്ത അടിസ്ഥാന പ്രമാണമാണ് ഒരു നിത്യശിക്ഷാവിധി എന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് മരിച്ചാൽ അവന്റെ ഒടുവിൽ ഒരു ന്യായവിധിയുണ്ട്, അവനൊരു ശിക്ഷാവിധിയുണ്ട്, അവൻ നിത്യനരകത്തിൽ പോകേണ്ടി വരും. അത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമാണ്. ആകയാൽ ഒരു ശിക്ഷാവിധിയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ, രക്തസാക്ഷികളായി തീർന്നവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, കർത്താവിന്റെ ശുശ്രൂഷകർ, പഴയ നിയമ ഭക്തന്മാര് എന്ന് വേണ്ട ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച ഓരോ ഭക്തന്മാർക്കും നിത്യതയിൽ അവരവിടെ നിലക്കേറ്റ വിധത്തിൽ അവർക്ക് സ്വർഗത്തിൽ അവകാശങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 14:2 വാക്യത്തിൽ യേശു തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഓരോരുത്തരെയും അവരവിടെ നിലക്കേറ്റ വിധത്തിൽ അവിടെ സ്വർഗത്തിൽ അവകാശം ലഭിക്കും. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ മരിച്ചാൽ അവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ചത് ഇതൊക്കെ അടിസ്ഥാനങ്ങളാണ്. ഇതിൽ കുരുങ്ങിക്കിടക്കരുത്. രക്ഷിക്കപ്പെട്ട ഒരുത്തൻ ഞാൻ മാനസാന്തരപ്പെട്ട എന്നറിയാമോ എന്ന് ചോദിക്കരുത്. 1960 പണ്ട് അച്ചൻകോവിലാക്ഷി വെള്ളം കയറിയപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്. പണ്ട് ഞാൻ 1947 അഭിഷേകം പ്രാപിച്ചപ്പോൾ എൻ്റെ മുണ്ട് 2 കീറിപ്പോയെന്നും പറഞ്ഞ് ഇപ്പോൾ നീ തൂണും ചാരി ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ പോകത്തില്ല. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കല വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇതൊക്കെ ബേസിക് ഫണ്ടമെന്റൽ ഡോക്ട്രീൻസ് ആകുന്നു, അടിസ്ഥാന ഉപദേശങ്ങളാകുന്നു. അടിസ്ഥാന ഉപദേശങ്ങൾ കുരുങ്ങിക്കിടക്കാതെ അവിടെ നീ ആത്മീക വളർച്ചയിലേക്ക് പോകണം. എന്താണ് ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന ഉപദേശങ്ങൾ കുരുങ്ങി. ഇന്നും കർത്താവിനെ ഈ വർഷത്തിൽ ഇന്ന പാസ്റ്ററാണ് എന്നെ വേലക്കെടുത്തത്, ഇന്ന വർഷത്തിലാണ് എന്നെ കൈവച്ചത്, ഇന്ന വർഷത്തിലാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്, ഇന്ന വർഷത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടത്, ഇന്ന വർഷത്തിലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. ഈ പഴയ പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് നടന്നാൽ തിരുവെടുത്ത നിനക്കൊരു പേരുണ്ട്, ക്രിസ്തുവിൽ ശിശുക്കൾ. ശിശുക്കൾ ശിശുക്കൾ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവകാശി സർവ്വത്തിന് യജമാനൻ. വായിച്ചാട്ടെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നോക്കുക, ഒരു വലിയ മുതലാളി, 10 ഏക്കർ റബ്ബറും തോട്ടമുണ്ട്, ബാങ്കിൽ 25 കോടി കിടപ്പുണ്ട്, BMW 2 കാറുണ്ട്. പക്ഷെ അവൻ ചത്തുപോയി കഴിഞ്ഞപ്പോൾ അവന് 3 വയസ്സേ ഉള്ളൂ. BMW ഓടിക്കാൻ പറ്റുമോ? ബാങ്കിൽ കിടക്കുന്ന ബാലൻസ് എടുക്കാൻ പറ്റുമോ? റബ്ബർ വെട്ടാൻ പറ്റുമോ? ചോദിക്കുന്നു. നമ്മുടെ അപ്പം വലിയ സമ്പന്നനാണ്, പക്ഷേ നീ ശിശുവായിരുന്നാൽ എന്തു പ്രയോജനം? അവകാശി സർവത്തിന്റെ യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ നിനക്കൊട്ടും വിശേഷതയില്ല. അതുകൊണ്ട് ശൈശവം വിടണം. രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കരുത്, ശിശുവായിരിക്കരുത്. വചനമെന്ന മായമില്ലാത്ത പാൽ മാത്രം കുടിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? കട്ടിയായിട്ടുള്ള ആഹാരം അങ്ങോട്ട് തിന്നണം. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എബ്രായ ലേഖനം 5:14 തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ നിനക്ക് ആവശ്യമാകുന്നു. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരണം. അതുകൊണ്ടാണ് തിരുവെടുത്ത് വിളിച്ചു പറയുന്നത്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും. വായിച്ചാട്ടെ, 1 തിമോഥെയോസ് 2:4 വാക്യം വായിച്ചാട്ടെ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഇച്ഛിക്കുന്നത് ഇതാണ്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അവിടെ കൊണ്ട് നിർത്തിയില്ല കേട്ടോ. രക്ഷ പ്രാപിച്ചിട്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം. എന്താണ് സത്യം? സത്യം ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാൻ 17:17 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാണല്ലോ. ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അവർ വളരേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ അവർ വളരണം, പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഇത് 4 കാര്യങ്ങൾ
കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പരിജ്ഞാനപൂർത്തിയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവൻ്റെ ജീവിതത്തിൽ പ്രാപിക്കണം. ഒന്നാമത്തെ പടിയത പരിജ്ഞാനപൂർത്തി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർത്തി പ്രാപിക്കണം. രണ്ടാമത്തെ പടി എന്ന് പറയുമ്പോൾ റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കണം. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. അടുത്തത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചിരിക്കണം. അടുത്തത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. ഈ 4 പരിജ്ഞാനം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. എന്താണ് പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത? വിശുദ്ധ പൗലോസ് ഈ ലോകത്ത് സമ്പന്നനായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അവൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചപ്പോൾ ഇപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ലോകത്തിൽ ഉണ്ടായിരുന്നതൊക്കെയും വെറും ചപ്പ്, വെറും ചവറ്, വേസ്റ്റ് കൊട്ടയ്ക്കകത്തിടുവാൻ തക്കവണ്ണം എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബ പാരമ്പര്യം, എൻ്റെ സമൂഹത്തിലെ സ്റ്റാറ്റസ്, എൻ്റെ സ്ഥാനമാനങ്ങൾ, എൻ്റെ പാരമ്പര്യം, ഇതൊക്കെ എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഞാൻ പ്രാപിച്ചപ്പോൾ വെറും ചവറ്, വെറും ചപ്പ്. അത് അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാണുവാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ അവൻ വളർന്നതുകൊണ്ടാണ്. 2, പാപത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. വിസ്തരിക്കുവാൻ സമയമില്ലെന്ന് അവസാന ദിവസമാണ്. ഒരു മുന്നറിയിപ്പുടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ കൺവെൻഷൻ അവസാനിപ്പിക്കാനും മാനസിക പ്രയാസം ഉള്ളതുകൊണ്ട് ഓടിച്ചു വിട്ടങ്ങ് പോകുക. പാപത്തെക്കുറിച്ചൊരു പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. പാപം ചെയ്താൽ അതിൻ്റെ ഫലം, പാപം ഏത് വിധത്തിൽ കടന്നു വരുന്നു, പാപത്തിൻ്റെ ഉറവിടമെന്താണ്, അത് ഏതെല്ലാം വിധത്തിൽ മനുഷ്യന് വ്യാപരിക്കുന്നു, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അടുത്ത ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അടുത്ത ദൈവ തേജസ്സിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. പക്ഷെ ഒരു കാര്യം നാം ചിന്തിക്കാം, പഴയ ഭക്തന്മാർ എത്ര ശ്രേഷ്ഠരായിരുന്നു. അബ്രഹാം, ദാവീദ്, ഇസ്ഹാക്ക്, യാക്കോബ്, പിതാക്കന്മാരൊക്കെ ശ്രേഷ്ഠരായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്കാർക്ക് ഈ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദൈവിക പരിജ്ഞാനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അത് എനിക്ക് ഗ്രഹിച്ചുകൂടാവണ്ണം ഉന്നതമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകെ ദൈവിക പരിജ്ഞാനത്തിലേക്ക് വളരാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാം, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാം, ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് പ്രാപിക്കാം, ദൈവ തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കാം, സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാം. ഇനി നമ്മൾ ക്രിസ്തുവിൽ ശിശുക്കൾ അല്ല, മറിച്ചോ തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് വരാം. അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് യേശു വരുന്നത്. ആകയാൽ കർത്താവിൻ്റെ വരവിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എടുക്കപ്പെടത്തില്ല, സ്നാനപ്പെട്ടത് കൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോകത്തില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പോകത്തില്ല, ഉപദേശം പഠിച്ചതുകൊണ്ട് പോകത്തില്ല, മറിച്ചോ പരിജ്ഞാനപൂർത്തിയിലേക്ക് വളർന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തില്ല. അടുത്ത ഒരു മുന്നറിയിപ്പിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവത്തിൻ്റെ വചനം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ മുന്നറിയിക്കുന്ന മറ്റൊരു സത്യം നമുക്ക് അവിടെ കണ്ടെത്താം. അവിടെ വായിക്കുന്നു, യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ടും. വായിച്ചാട്ടെ, ആ ഭാഗം മാത്രം വായിച്ചാൽ. യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. വളരെ അടികൊള്ളാൻ പോകുക ചില പുള്ളികൾക്ക്. ആർക്കാ അടികൊള്ളുന്ന അറിയാമോ? യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. എന്നുവെച്ചാൽ വടി വെട്ടി വെച്ചിരിക്കുക, വളരെ അടികൊള്ളും. ആർക്കാ അടികൊള്ളാൻ പോകുന്നത്? യജമാനന്റെ ഇഷ്ടമറിഞ്ഞിട്ട് ഒരുങ്ങാതെയും ഇഷ്ടം ചെയ്യാതെ ഇരിക്കുന്നവന് വളരെ അടികൊള്ളും. ഒരു വലിയ മുന്നറിയിപ്പ് ഇവിടെ തരുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ പിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമെന്താണ്? യോഹന്നാൻ 3:16 അവിടെ പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്ന യാവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാകുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു വ്യക്തി പോലും
നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണം. ആകയാൽ നിത്യജീവനെ പ്രാപിക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിത്യജീവനെ അവകാശമാക്കിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവ ഇഷ്ടത്തെക്കുറിച്ചൊരു അറിവുള്ളവരായിരിക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത്, അവിടെ പറയുന്നു, ബുദ്ധിഹീനരാഹാതെ. വായിച്ചാട്ടെ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്, വായിച്ചു നോക്കിയാട്ടെ. ബുദ്ധിഹീനരാകാതെ അടുത്തത്, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. പ്രിയ ദൈവമക്കളെ, ബുദ്ധിഹീനരായി തീരരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ബുദ്ധിഹീനരായി തീരരുത്. ബുദ്ധിഹീനരായി തീരാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അത് അറിഞ്ഞിട്ട് അത് ചെയ്യുവീൻ. ചെയ്തില്ലെങ്കിൽ അടി കിട്ടുമെന്ന് തിരുവെടുത്ത് വ്യക്തമായിട്ട് പറയുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. എന്താണ് കർത്താവിന് മനുഷ്യനെ കുറിച്ചുള്ള ഇഷ്ടം? ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അതാണ് നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ദൈവിക ഉദ്ദേശം. ഇതാണ്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കണം. നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി കാണപ്പെടണം. കുറെ കൂടെ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാവുന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവന്റെ മുമ്പിൽ അടുത്തത് വിശുദ്ധരും, അടുത്തത് നിഷ്കളങ്കരും, അടുത്തത് കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡത്തിൽ തൻ്റെ മരണത്താൽ തന്നെ നമ്മോട് നിരപ്പിച്ചു. ദൈവം കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതിൻ്റെ ദൈവോദ്ദേശം എന്തായിരുന്നു? ഒറ്റ വാക്കിൽ പറയാം, നാം അവൻ്റെ സന്നിധി വിശുദ്ധരായിരിക്കണം, നാം അവൻ്റെ സന്നിധി നിഷ്കളങ്കരായിരിക്കണം, നാം അവൻ്റെ സന്നിധി കുറ്റമില്ലാത്തവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുൻപേ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ആകയാൽ ദൈവമുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നമുക്ക് ജീവിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഒറ്റവാക്കിൽ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണമാകുന്നു. ആകയാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധരായി ജീവിക്കണം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കണം. നാം ദൈവത്തിൻ്റെ സന്നിധി കുറ്റമില്ലാത്തവരായി ജീവിക്കണം. അതിനുവേണ്ടി കർത്താവ് സ്വന്തം ജീവനെ കൊടുത്തു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, അവൻ അവളെ വചനത്തോടുകൂടിയ, അവളെന്ന് പറയുമ്പോൾ സഭ, അവനെന്ന് പറയുമ്പോൾ യേശു, യേശു നമ്മെ, സഭയാകും നമ്മെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും, അടുത്തത് കറ ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ തന്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കാൽവറിയിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് എന്തിനാ? അവന്റെ സന്നിധിയിൽ വിശുദ്ധരാക്കി നിഷ്കളങ്കരാക്കി നമ്മെ കൊണ്ടുചെന്ന് നിർത്തുവാൻ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുക. കർത്താവിന്റെ വരവെങ്കിൽ ആരെടുക്കപ്പെടും? എല്ലാവരും എടുക്കപ്പെടത്തില്ല. വിശുദ്ധന്മാർ എടുക്കപ്പെടും, നിഷ്കളങ്കരായി ജീവിക്കുന്നവർ എടുക്കപ്പെടും, കുറ്റമില്ലാതെ തിരുസന്നിധിയിൽ ജീവിക്കുന്നവർ എടുക്കപ്പെടും. അതിനുവേണ്ടി കർത്താവിൽ നമ്മൾ ആശ്രയിക്കാം. വിശുദ്ധ യൂദാത്തിന്റെ ലേഖനം എഴുതി ഉപസംഹരിക്കുമ്പോൾ യൂദയുടെ ലേഖനം 24-ാം വാക്യത്തിൽ യൂദ പറയുകയാണ് ചെയ്യുന്നത്, വീരാലവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിന്റെ കഴിവിൽ ആശ്രയിക്കണം. ദൈവം നമ്മെ നിർത്തും. വീരാടവണ്ണം ഞങ്ങളെ സൂക്ഷിച്ച അവന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ വിശുദ്ധരായി നിഷ്കളങ്കരായി കുറ്റമില്ലാത്തവരായി നമ്മെ നിർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിപ്പീൻ. ആ കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുവീ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമുക്കൊരുങ്ങാം. വിശുദ്ധരായി ജീവിക്കാം, നിഷ്കളങ്കരായി ജീവിക്കാം, കുറ്റമില്ലാത്തവരായി ജീവിക്കാം. ഇതറിഞ്ഞിട്ടും ഇത് ഒരുങ്ങാതെയും ഇതൊക്കെ കേട്ടിട്ടും ശ്രദ്ധിക്കാതെ
ചെയ്യാതെയും ജീവിച്ചാൽ, അവന്റെ ഇഷ്ടം ചെയ്യാതെയും അതറിഞ്ഞിട്ട് ഒരുങ്ങാതെയും ഇരുന്നാൽ, സഹോദരി സഹോദരന്മാരെ, അടികൊള്ളും, വളരെ അടികൊള്ളും. ദൈവത്തിന്റെ വചനം നമ്മെ മുന്നറിയിക്കുന്നു. ആകയാൽ ഈ മുടിയൂർക്കോണം ദേശത്ത് ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ കയ്യിൽ നിന്നും അടികൊള്ളരുത്. അത് ഞാൻ പറഞ്ഞേക്കാം. ദൈവത്തിന്റെ ഇന്ന് അടികൊണ്ടുള്ള പ്രത്യേകത എന്താ പറഞ്ഞുതരാം. സ്തോത്രം. ലോകത്തിൽ മനുഷ്യൻ അടിച്ചാലുള്ള അടിയും ദൈവദൂതൻ അടിച്ചാലുള്ള അടിയും നമ്മൾ വ്യത്യാസമുണ്ട്. ലോകത്തൊരു മനുഷ്യനെ അടിച്ചാൽ പേപ്പർ വായിക്കുന്നു, അടിച്ചു കൊന്നു എന്ന് വായിക്കും. ഇന്നാരെല്ലാവരും നാട്ടുകാർ ഇന്നവനെ അടിച്ചു കൊന്നു, പേപ്പറൊക്കെ വായിക്കുക. യു പിയിലൊക്കെ മിക്കവാറും നടക്കുന്ന കാര്യമാണ്. അവരെല്ലാം കൂടെ പിന്നെ കാര്യം കഴിച്ച് കോടതിയൊക്കെ പിന്നീട് ആദ്യം അവർ സംഗതി അങ്ങ് റെഡിയാക്കും. അവരടിച്ചു കൊല്ലും. അതാ അടിച്ചു കൊല്ലും, അടിച്ചു കൊല്ലും. അത് മനുഷ്യൻ അടിച്ചു കൊണ്ടല്ലോ അങ്ങനെ. പക്ഷെ തമ്പുരാൻ അടിച്ചാൻ അങ്ങനല്ല. ഹെരോദാവ് അന്തിപ്പാസിനെ ഒരിക്കലും അടി കിട്ടി. രാജാവായ ഹെരോദ അന്തിപ്പാസിന് അടി കിട്ടിയിട്ട് തിരുവെടുത്ത് പറയുന്നു, ദൂതന്റെ പക്കൽ നിന്ന് അടി കൊണ്ടിട്ട് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. എന്ന് വെച്ചാൽ ചാവുന്നതിന് മുമ്പിട്ട് പുഴുത്തു. എല്ലാവരും ചത്തട്ടാ പുഴുക്കുന്നത്. പക്ഷെ തമ്പുരാൻ അടിച്ചാൽ ആദ്യം പുഴുക്കും, പിന്നെ ചാവും. സ്തോത്രം. അതുകൊണ്ട് തമ്പുരാന്റെ കയ്യിൽ നിന്ന് അടികിട്ടാതിരിക്കുവാൻ ഒരൊറ്റ വഴിയുള്ളൂ. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക, അതറിഞ്ഞു ഒരുങ്ങുക. ഇല്ലെങ്കിൽ അടികിട്ടും. തിരുവെടുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മോട് ഓർപ്പിക്കുന്നു. ഈ സന്ദേശം അവസാനിപ്പിക്കും മുമ്പ് അതിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ഒരു അന്തിമമായ മുന്നറിയിപ്പോടെ തന്നിട്ട് ഈ സന്ദേശം അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വിശുദ്ധ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ വായിച്ചാട്ടെ. വിശുദ്ധ മത്തായി 24-ന്റെ 44-ാം വാക്യം വായിക്കാം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. അടുത്തത്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ദാസനെ പോലെ ഒരുങ്ങിയിരിക്കുന്നവരായി തീരാം. കാരണം അവൻ നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് യേശുക്രിസ്തു വരും. നനയാത്ത നാഴികയിൽ യേശുക്രിസ്തു വരും. ആകയാൽ ഉണർന്നിരിക്കുന്നവരായിരിക്കും, ഒരുങ്ങിയിരിക്കുന്നവരായി തിരുവീൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിശുദ്ധ ലൂക്കോസ് 21:34 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് ഒരു കെണി പോലെ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നോർത്ത് ഉപജീവന ഭാരത്താൽ വലഞ്ഞ് ലൗകികമായ കാര്യങ്ങൾ ഇടപെട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ലോകത്തിൻ്റെ ഭോഗപ്രിയരായി ജീവിച്ചു കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾക്ക് ഒരു കെണി പോലെ വന്നു വരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് കർത്താവ് വരും. പലരും എനിക്കടുത്ത് കർത്താവ് വരുന്ന എല്ലാവരെയൊക്കെ അറിയിച്ചെന്ന് കാടിളക്കിയാണ് വരുന്നതല്ല. നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് വരുന്നതിൻ്റെ തൊട്ട് അതുകൊണ്ടൊന്നും അല്ല കർത്താവ് വരുന്നത്. നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങി ഇരിക്കുന്നവരായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതാർക്കും തിരസ്കരിക്കുവാൻ സാധിക്കത്തില്ല. ഇന്നത്തെ ഈ വർത്തമാനകാല ലോകത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമുദായിക, ശാസ്ത്രീയ രംഗങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംശയലേശമെന്ന് മനസ്സിലാക്കാം. നമ്മുടെ അന്ത്യകാലത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കർത്താവിൻ്റെ വരവ് ഒരു കെണിയായി തീരരുത്. കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ച കുറുവാക്യത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 25-26 നമ്മൾ ധ്യാനത്തിനെടുത്തത്. 25-ാം വാക്യത്തിൽ ഇതുവരെ നിന്ന് ഞാൻ പ്രസംഗിച്ചത്. 26-ാം വാക്യത്തിലോട്ട് കയറിയിട്ടില്ല. പക്ഷെ 26-ാം വാക്യത്തിൽ അവിടെ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നൊരിക്കൽ വായിച്ചാട്ടെ, 26-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. അടുത്തത്, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ഒരിക്കൽ ഭൂമിയെ ഇളക്കി. എന്നാ ഭൂമി ഇളക്കി എന്നറിയാമോ? അന്നൊരിക്കൽ ഭൂമി ഇളക്കി എന്ന് സീനായി പർവ്വതത്തിൽ പ്രമാണവുമായിട്ട് തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ അന്ന് പർവ്വതം കുലുങ്ങി, പർവ്വതം പുക കൊണ്ട് മൂടി, മിന്നലും നാദവും ഇടിമുടക്കവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ജനം ഭയപ്പെട്ട് അലറി വിളിച്ചോടി, മോശേ, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട,
മോശയും അത് കണ്ട് ഭയപ്പെട്ടു പോയി എന്ന് പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. അന്നവൻ ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനി ഒരിക്കൽ അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കാൻ പോകുകയാണ്. ഇത് കർത്താവ് പറയുന്നതിന് മുമ്പ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനെ ഹഗ്ഗായി പറഞ്ഞു, ഇളക്കും. ഇളക്കുന്നത് എന്തിനു വേണ്ടി ഇളക്കുന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചാട്ടെ, ഹഗ്ഗായി 2-ന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തത്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ അല്പകാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എന്തിനാ ഇളക്കുന്നത്? അടുത്ത വാക്യം വായിച്ചു. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളെയും ഇളക്കും. അടുത്തത്, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഈ ഇളക്കം അങ്ങോട്ട് കഴിയുമ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. മലയാളത്തിൽ ആ വാക്കിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട് മനസ്സിലാവത്തില്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളുടെയും ആഗ്രഹമായിരിക്കുന്നവൻ. തമിഴിൽ പറഞ്ഞിരിക്കുന്നത് വിരുമ്പപ്പെട്ടവൻ എന്ന് വെച്ചാൽ സകല ജാതികളുടെയും ആഗ്രഹമായിരിക്കുന്നവൻ, അഭിലാഷമായിരിക്കുന്നവൻ വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. പക്ഷേ വരും മുമ്പ് ലോകമൊന്ന് ഇളകും. അവൻ ആകാശത്തെ ഇളക്കും, അവൻ ഭൂമിയെ ഇളക്കും, അവൻ കരയെ ഇളക്കും, അവൻ കടലിനെ ഇളക്കും. സകല ജാതികളെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷയായിരിക്കുന്ന, നമ്മുടെ ആകാംക്ഷയായിരിക്കുന്ന, നമ്മുടെ ആവേശമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരും. വരുമ്പോൾ ഒരു ഇളക്കം നടക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രസംഗത്തിൽ യേശുദമ്പുരാനും പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് 21:26 പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കൊണ്ട് ഭൂലോകത്തിനെന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നോർത്ത് നോക്കിപ്പാർത്തും ജനം നിർജീവന്മാരായിത്തീരും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. സത്യവേദത്തിലെ തിരുവെഴുത്തിലെ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൻ്റെ ശക്തികൾക്ക് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോക നേതാക്കന്മാർ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുന്നത് ഒരു വിഷയമുണ്ട്. എന്താ വിഷയമെന്നറിയാമോ? ആഗോള താപനം വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുകയാണ്. ഇനിയും വർദ്ധിക്കും. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂര്യന് ദൈവം കൊടുത്തിട്ടുള്ള അധികാരം എന്ന് വെച്ചാൽ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ ദൈവം സൂര്യന് അധികാരം കൊടുത്തു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലക്ഷണമാ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആഗോളതാപനം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ മരം വെച്ചിട്ട് മരത്തിന് ചുറ്റും ഒരു കൂട വെച്ചിട്ട് കൂടയ്ക്കകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, ആഗോളതാപനം പരിഹാരം ഒരു മരം. സ്തോത്രം. ലോകത്തിൽ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയമാ സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ. പ്രിയപ്പെട്ട ദൈവമക്കൾ, സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാമോ? ഹിമാലയം ഉൾപ്പെടെയുള്ളതായ, ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ളതായ ഹിമപർവ്വതങ്ങൾ ഉരുകി സമുദ്രത്തിലേക്ക് വന്നിട്ട് ഹിമജന്തുക്കൾക്ക്, ധ്രുവപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജന്തുക്കൾക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല വംശങ്ങളും ഇന്ന് ഭൂമിയിലില്ല. മാത്രമല്ല സമുദ്ര നിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉയർന്നു മുന്നോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? അല്പം ചില കാലങ്ങൾ കഴിയുമ്പോൾ ലോകത്തിൻ്റെ പല വൻനഗരങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി തീരും. നമ്മുടെ കേരളത്തിലെ മെട്രോ സിറ്റി ആയിരിക്കുന്ന കൊച്ചി സമുദ്രനിരപ്പിൽ നിന്ന് കേവലം 1.5 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പട്ടണമാണ്. സമുദ്രത്തിലെ വെള്ളം ഒരു 2.5 മീറ്റർ ഉയർന്നാൽ പിന്നെ നീന്തി കളിക്കുക അവിടെ കിടന്നു കേട്ടോ. സ്തോത്രം. എല്ലാം വെള്ളത്തിനടിയിലായി പോകും. ലോകത്തിലെ വൻനഗരങ്ങളൊക്കെ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ തെക്കേ മുനമ്പിൽ മാലി എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപുണ്ട്. അവിടെ വലിയ വമ്പൻ കെട്ടിടങ്ങളോ വലിയ സ്ഥാപനങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഭൂമിശാസ്ത്രപരമായി ഓരോ വർഷം കഴിയും തോറും മാലി ഒരു നിശ്ചിത ഇഞ്ചിൽ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താണുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, കാലം കഴിയുമ്പോൾ പിന്നീട് ഇത് കാണത്തില്ല. ഇതൊക്കെ സംഭവിക്കും. കാരണം സമുദ്ര ജലനിരപ്പ് ഉയരുന്നു. കാരണം ഹിമപർവ്വതങ്ങൾ ഉരുകി താഴോട്ട് സമുദ്രത്തിലേക്ക് വരിക. കാരണം എന്താ? സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു, ആഗോള താപനം വർദ്ധിക്കുന്നു. തിരുവെഴുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന്റെ ശക്തികൾ
ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും. സൂര്യന് തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ അധികാരം ലഭിക്കും. സൂര്യന്റെ ചൂട് വർദ്ധിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുടിയൂർ നിവാസികളെ, മുടിയൂർക്കോണം നിവാസികളെ മനസ്സിലാക്കിക്കോ, ആകാശത്തിന്റെ ശക്തികൾക്ക് ഇളക്കം തട്ടിക്കഴിഞ്ഞു. സകല ജാതികളുടെയും മനോഹര വസ്തു വരാൻ പോകുന്നു. സ്തോത്രം. ഈ അടുത്ത 2 മാസം മുമ്പ് മലയാള മനോരമ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും ഒരു വാർത്തയുണ്ടായിരുന്നു. ലോകം നടുങ്ങുന്നു. 2020 ലോകത്തിന് എന്ത് സംഭവിക്കും? കാര്യം സൂര്യനിൽ നിന്നും അപകടകരമായ കാന്തിക വികിരണങ്ങളുടെ ഒരു സൗരവാദം ഭൂമിയിലേക്ക് പ്രവഹിച്ചിരിക്കുന്നു. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. സൂര്യനിൽ നിന്ന് അപകടകരമായൊരു സൗരവാദം, ഇതാ ഒരു കാന്തികവാദം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏതാണ്ട് 2020ഓടുകൂടെ ഇനി ഭൂമിയോട് അടുത്തു വരും. വന്നാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്ന് അന്നേരം കാണാം. സ്തോത്രം. മിക്കവാറുമുള്ള ടവറുകളൊക്കെ, സാറ്റലൈറ്റ് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇലക്ട്രിസിറ്റി ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവനും താമാവശേഷമാകുവാൻ ഇടയായിത്തീരും. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന റേഡിയോ പോലും വർക്ക് ചെയ്യത്തില്ലെന്നർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകം ഭയങ്കരമായ നാശത്തിലേക്ക് നീങ്ങാൻ പോകുക. ആകാശത്തിന്റെ ശക്തികൾ ഇളക്കം സംഭവിക്കുന്നു. ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴി. അടുത്തിടയ്ക്ക് പത്രത്തിൽ വാർത്തകൾ കണ്ടല്ലോ, ഒരു പാവപ്പെട്ട മരിച്ചു. ആരാണ്ട് കല്ലെറിഞ്ഞതാണെന്നാണ് വിചാരിച്ചതല്ല. ആകാശത്ത് ഉൽക്ക തലയിൽ വീണ ആള് ചത്തത്. ഭാഗ്യം നോക്കിക്കോളും. കാളവണ്ടി ഇടിച്ച് ചാവുന്നതിനേക്കാളും പ്ലെയിൻ ക്രാഷിൽ ചാവണമെങ്കിൽ ഒരു വലിയ മതിപ്പുണ്ടല്ലോ. സ്തോത്രം. അതിൽ ഉൽക്ക വീണ ചത്ത. ഇന്നരെങ്ങനെ മരിച്ച? ഉൽക്ക വീണ ചത്ത എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യവന്റെ തലയിൽ ഒരു ഉൽക്ക വീണിട്ട് ഒരാൾ മരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം നമ്മുടെ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിൽ ചന്ദനക്കാടുകളുടെ ദേശമാണ് മറയൂർ. ദേശാഭിമാനി പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ വാർത്തയും പടവും ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ വെട്ടി എൻ്റെ ഫയലിൽ വെച്ചിട്ടുണ്ട്. സംഭവം ആകാശത്ത് പെട്ടെന്ന് വൈകുന്നേരം 6 മണിക്ക് ശക്തമായൊരു വിസ്ഫോടനമുണ്ടായി. വിസ്ഫോടനത്തിന് ശേഷം ഒരു തീഗോളം പോലെ ഒരു വലിയ ഒരു ഗോളം അവിടെ ആ മറയൂരുള്ള ഒരു ഫോറസ്റ്റ് ചൗക്കമരത്തിൻ്റെ മുകളിലേക്ക് വന്ന് പതിച്ചു. ചൗക്കമരത്തിൻ്റെ കൂറ്റൻ ചൗക്കമരത്തിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ചിതറി ചിന്നിച്ചിതറി പല തുണ്ടുകളായി പോയി. ആ വലിയ പ്രകാശഗോളം വന്ന് ചൗക്കമരത്തിൽ ഇടിച്ച ശബ്ദത്തിൽ ആ ദേശത്തുള്ള വീടുകളുടെ കെട്ടിടങ്ങളുടെ ഓടുകളെല്ലാം തെറിച്ചുപോയി. റോഡിൽ നിന്നവരൊക്കെ തെറിച്ച് ദൂരേക്ക് വീഴുവാൻ ഇടയായി തീർന്നു. വാഹനങ്ങൾ സഞ്ചരിച്ചോ മറിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നു. ഏതാനും ചില മിനിറ്റുകൾ ആ ഗോളം ആ ചൗക്കമരത്തിന് മുകളിൽ അങ്ങനെ തന്നെ ഇരുന്നത് നമ്മുടെ പല പുള്ളികളും ചെയ്യുന്നത് പോലെ അവരും ചെയ്തു. മൊബൈൽ ഫോണിൽ പടം പിടിച്ചിട്ട് പിറ്റേന്നത്തെ ദിവസം പത്രത്തിനകത്ത് പടം വന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആകാശത്തുനിന്ന് തീഗോളം വീണു. പിന്നീട് ആ ഗോളം താഴേക്ക് പോയി. അതിനെന്ത് സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കത്തില്ല. മുടിയൂർക്കോണംകാർ സൂക്ഷിച്ചിരുന്നോണം. മേളിൽ ശബ്ദം വല്ലതും കേൾക്കുന്നെങ്കിൽ എന്താ വീടുന്നതെന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കൊള്ളണം. കാരണം ഉൽക്കകൾക്കൊക്കെ ഇളക്കം തട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കുന്ന വാർത്തയാ സൺഷോക്ക്, സൂര്യാഘാതം എന്ന് വെച്ചാൽ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ആള് താഴെ വീഴുന്നു, കുടഞ്ഞ് താഴെ വീഴുന്നു. കാര്യം സൂര്യാഘാതം, സൺഷോക്ക് എന്ന് വെച്ചാൽ എന്താ കാര്യം എന്നറിയാമോ? തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ സൂര്യനിൽ നിന്നുള്ള അപകടകരമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കാതിരിക്കുവാൻ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഒരു ഓസോണിന്റെ ലെയർ സ്ഥാപിച്ചിരുന്നു. പക്ഷേ മനുഷ്യന്റെ ദുരാഗ്രഹവും ദുഷ്ടതയും വർദ്ധിച്ച് വാഹനങ്ങൾ പെരുകി കാർബൺ മോണോക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് ഈ ഓസോൺ ലെയറിന് വിള്ളലുകൾ സംഭവിച്ചിട്ട് നടന്നു പോകുന്ന ഭാഗത്ത് വിള്ളലുണ്ടോയെന്ന് ആർക്കറിയാം? സൂര്യപ്രകാശം നേരിട്ട് വിള്ളലിനകത്തൂടെ നേരെ ഇങ്ങ് കയറി വരും. സൺഷോക്ക് കേരളത്തിലും ചില പുള്ളികൾ വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 12 മണി കഴിഞ്ഞാൽ ഇറങ്ങി നടക്കരുത് കേട്ടോ. സൺഷോക്ക്, സൂര്യാഘാതങ്ങൾ എന്ന് വെച്ചാൽ ആകാശത്തിൻ്റെ ശക്തികൾക്ക് ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്കും ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ശക്തമായ ഭൂകമ്പങ്ങൾ ഇന്ന് വാർത്തകളല്ലാതെ മാറ്റപ്പെട്ടിരിക്കുന്നു. സുനാമികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വർദ്ധിക്കുന്നു. നൂതനമായ പകർച്ചവ്യാധികൾ ലോകത്ത് പെരുകുന്നു. വൈദ്യശാസ്ത്രം അമ്പരയ്ക്കുക. ഇപ്പൊ ഡോക്ടർമാർ പുതിയ അണുക്കൾ കണ്ടുപിടിച്ചിരിക്കുക. സിഗ വൈറസ്. സിഗ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ കൊള്ളാം, നല്ല പേര്. രോഗാണുവിൻ്റെ പേരാ സിഗ വൈറസ്. പലരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആഫ്രിക്കൻ രാജ്യത്തെ എബോള മറ്റൊരു വൈറസാ. വൈദ്യശാസ്ത്രം ഇന്ന് വരെ പ്രതിവിധി കണ്ടുപിടിച്ചിട്ടില്ല. ഭൂമി ഇളകിയാണ്, രാജാക്കന്മാർ ഇളകിയാണ്, സാമ്പത്തിക മേഖലയിൽ ഇളക്കം തട്ടിക്കൊണ്ടിരിക്കുന്നു. എണ്ണയുടെ വില കൂപ്പുകുത്തി താഴോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ. തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടുന്നു. തൊഴിലില്ലാതെ ജനം മടങ്ങി വരുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ഹിയമക്കളെ,
ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ യാദൃച്ഛികമാണെന്ന് ചിന്തിക്കരുത്. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 8-10 പ്രവാചകന്റെ സക്കരിയ പറഞ്ഞു, ആ കാലത്തിന് മുമ്പേ മനുഷ്യർക്ക് കൂലി ഉണ്ടായിരിക്കത്തില്ല, മൃഗങ്ങൾക്കും കൂലി ഉണ്ടായിരിക്കത്തില്ല, യാത്ര ചെയ്യുന്നവർക്ക് ഭീകരവാദികൾ നിമിത്തം സമാധാനവും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഒരു കാലത്തിലേക്കല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? തൊഴിലില്ലായ്മ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്യുന്നവർക്ക് ഭീകരവാദികളെ കൊണ്ട് നിവർത്തിയില്ല. സാമ്പത്തികമായി ലോകം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ആഗോള സാമ്പത്തിക ഏകീകരണത്തെക്കുറിച്ച്, ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തെക്കുറിച്ച് ലോകരാഷ്ട്ര നേതാക്കന്മാർ കൂടിച്ചേർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ യാദൃച്ഛികമല്ല ദൈവമക്കളെ. കർത്താവിൻ്റെ വരവിന് ശേഷം ഈ ലോകത്തെ മുഴുവൻ സമ്പത്തും ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിക്കുമെന്ന് സത്യവേദ പുസ്തകം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങളാകുന്നു ഇതൊക്കെ നടക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-7 വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ജാതി ജാതിയോട് പോരാടിക്കൊണ്ടിരിക്കുക. എസെക്കിയേൽ 7-24 എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും. എന്താ പറഞ്ഞതിന്റെ അർത്ഥമെന്നറിയാമോ? ഒരു ഭാഗത്ത് വർഗീയ സംഘടനകൾ, വർഗീയ ലഹളകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും അതിലൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിൽ ജാട്ടുകൾ സംഘർഷം, ഗുജറാത്തിൽ പട്ടേൽ സമുദായക്കാർ സംഘർഷം. ലോകത്തിന്റെ പല ഭാഗത്തും ജാതി തിരിഞ്ഞ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഭീകരവാദികൾ, ജാതികൾ അതിദുഷ്ടന്മാരായവർ, ICS എന്ന് പറയുന്ന ഭീകര സംഘടന ലോകത്ത് മനുഷ്യനെ ദാരുണമായി ഒരു മൃഗത്തെ കൊല്ലുന്ന ലാഘവത്തോടെ കടുത്തറത്ത് വലിച്ചെറിയുന്നു. മനുഷ്യൻ ഇത്രമാത്രം ഗുരുവന്മാരായോ? ആദികൾ അതിദുഷ്ടന്മാരായവർ എഴുന്നേറ്റ് വരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുക. ഈ നിലവാരത്തിൽ ലോകത്തിന് അധികാലം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കർത്താവിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ചിന്തിക്കാത്ത സമയത്ത് കർത്താവ് വരും. അത് സംഭവിക്കും മുമ്പേ നീ ഉണർന്നിരുന്നു കൊള്ളുവാൻ പറയുന്നു. മനുഷ്യന്റെ സകല കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിന്റെ സകല നേട്ടങ്ങളും മാനവജാതിയുടെ സംഹാരത്തിന് വഴിയൊരുക്കുമ്പോൾ, ലോകത്തിലെ ജനതയ്ക്ക് 3 നേരം പട്ടിണി മാറ്റുവാൻ, ആഹാരം കൊടുക്കുവാൻ നിവർത്തിയില്ലാത്ത ദരിദ്ര രാഷ്ട്രങ്ങൾ അവിടെ സമ്പത്ത് കൊണ്ട് ആയുധപ്പരകൾ നിറയ്ക്കുമ്പോൾ, ആണവായുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുമ്പോൾ, വിനാശത്തിന്റെ കാഹളം ലോകത്തിൽ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ലോകം ഈ നിലവാരത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നറിയാമോ? കർത്താവിന്റെ കാഹളനാദം മധ്യാകാശവിരവിൽ മുഴങ്ങി കേൾക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വ്രതന്മാർ അവിടെ കല്ലറകളിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർ ഒരു ഇമപ്പൊഴുതിൽ രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങളിലേക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ കടന്നു പോകും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം. ഇന്ന് രാത്രി ഈ ദൈവിക സന്ദേശം കേട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ ഭയങ്കരമായ നിരാശയും പരിഭ്രമവും നമ്മെ പിടികൂടുവാനിടയെത്തിരും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ആകയാൽ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. ഇത് അവസാന നിമിഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ നിങ്ങൾ വെറുങ്കയോ ഇവിടെ നിന്ന് മടങ്ങി പോവരുത് മക്കളെ. ഇന്ന് രാത്രി ഒരു വാക്ക് കർത്താവിനോട് നിലവിളിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒന്ന് ചെല്ലട്ടെ. കർത്താവെ, നനയാത്ത സമയത്ത് കർത്താവ് വെളിപ്പെടുവാൻ പോകുന്നുവെന്ന് ലക്ഷണങ്ങൾ വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ ആ ദിവസം എനിക്കൊരു കെണിയായി തീരരുതേ. ഞാൻ നിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകല്ലേ കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാവല്ലേ കർത്താവേ. ഇന്ന് രാത്രി ഈ ഭാരം എത്ര ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്താഭാരം എത്ര ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയം അനുതാപത്തോടെ, കർത്താവ് എന്നെയും കൂടെ ഈ ലോകം ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുമ്പോൾ ഞാനതിൽ അകപ്പെട്ടു പോകാതെ വിശുദ്ധന്മാരോടുകൂടെ സ്വർഗത്തിൽ കാണപ്പെടുവാൻ എന്നെയും കൂടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി എത്ര ഹൃദയങ്ങൾ ദാഹിക്കുന്നു. നമുക്കായിരിക്കുന്ന അവസ്ഥയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നവരും ഈ തറയിലിരിക്കുന്നവർ എല്ലാവരും എഴുന്നേറ്റാണ്. കഴിയുമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ വിട്ട് മുന്നോട്ട് കടന്നു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് പാട്ടുപാടി നമ്മുടെ പ്രത്യാശയെ നമുക്ക് ഉണർത്തി സന്തോഷത്തോടെ ഈ പന്തൽ വിട്ട് നമുക്ക് മടങ്ങി പോകാം. ഇന്ന് രാത്രി ഇവിടെ വിട്ട് നിങ്ങൾ പോകുമ്പോൾ നിരാശപ്പെട്ടല്ല പോകേണ്ടത്, ദുഃഖിച്ചല്ല പോകേണ്ടത്, പരിഭ്രമിച്ചവരല്ല പോകേണ്ടത്, പരിഭ്രമിച്ചല്ല നിങ്ങൾ മടങ്ങി പോകേണ്ടത്. നിങ്ങൾ സമാധാനത്തോടെ മടങ്ങി പോകുകയും ആശ്വാസത്തോടെ മടങ്ങി പോകുകയും നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ അവസാനത്തോളം സൂക്ഷിക്കുവാൻ ശക്തനാണ്. അവൻ നിങ്ങളുടെ ഉപനിധി അവസാനത്തോളം സൂക്ഷിക്കുവാൻ ശക്തൻ.
നിങ്ങളെ വീഴാടമണ്ണം സൂക്ഷിച്ച് മഹിമാസനത്തിൽ നിർത്തുവാൻ ശക്തൻ. ആ ശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുന്ന പാപത്തിന്റെ ശക്തി, നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന ആ പാപത്തിന്റെ ശക്തി, നിങ്ങളുടെ ഹൃദയത്തെ നിരാശപ്പെടുന്ന ശക്തി എന്താണെങ്കിലും ശരി, ഒരു നിമിഷം ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാലുകളെ നമുക്ക് ചുംബിക്കാം. പുത്രന്റെ കാലുകളെ ചുംബിക്കാം. ആ കാലുകൾ വീണിട്ട് വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ എന്നെയും കൂടെ, യേശുവേ ആ കൃപ എന്റെ മേലും അയക്കണമേ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് നിലവിളിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവ് കൃപയുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അദർശനായ ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു അഗ്നിജാല പോലെ ഈ പന്തലിനകത്ത് ആളി പടരുകയാകൊണ്ട് ചെയ്യുന്നത്. ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ, ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിനാളങ്ങൾ ആളിക്കത്തി അവരെ ആത്മാവിൽ ദഹിപ്പിക്കുവാൻ പോകുന്നു. അവിടെ ജീവിതത്തിന്റെ മലിനതകള്, അവിടെ ജീവിതത്തിന്റെ അശുദ്ധികള് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കത്തിയരിഞ്ഞ് നിങ്ങളെ വിശുദ്ധരാക്കുവാൻ പോകുന്നു. നിങ്ങളെ നിഷ്കളങ്കരാക്കി തീർക്കുവാൻ പോകുന്നു. അവന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരാക്കി തീർക്കുവാൻ പോകുന്നു. ആഗ്രഹിക്കുന്നെങ്കിൽ വായി തുറന്ന് ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാ നാവുകളെ ചലിക്കണം. ആരും മൗനമായിട്ടിരിക്കരുത്. യേശുവേ നിന്റെ കൃപ, യേശുവേ നിന്റെ കൃപ എന്നുറക്കെ നിലവിളിക്കുവീ. സ്വർഗം ചായിച്ചവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി അവൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ മക്കളെ, നമുക്ക് നിരാശപ്പെടണ്ട, നമുക്ക് അധൈര്യപ്പെടണ്ട, നമുക്ക് കലങ്ങണ്ട, നീ തകർന്നവനായി മടങ്ങിപ്പോകണ്ട. യേശു നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല. അവനാണ് നിന്നെ വിളിച്ചവൻ. അവനാണ് നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ. അവൻ സ്വന്തം പ്രാണനെ തന്നവൻ. അതോടുകൂടെ സകലവും നിനക്ക് തരാതിരിക്കുമോ? നിന്നെ അവസാനത്തോളം സൂക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. അവന്റെ കൃപയിൽ നീ ശരണപ്പെട്ടാട്ട് കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ എന്റെ അവിശ്വസ്തതകൾ പൊറുക്കണമേ, എന്റെ കുറവുകൾ പൊറുക്കണമേ, എന്റെ ബലഹീനതകൾ പൊറുക്കണമേ, എന്റെ പാപം പൊറുക്കണമേ. കർത്താവിനോട് നിലവിളിച്ചാട്ട് ഇന്ന് രാത്രി നസ്രായ നമ്മുടെ നടുവിലുള്ള ദൈവമക്കളെ നിലവിളിക്കുന്നവരെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ കൃപ നിങ്ങളുടെ മേൽ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൈവകൃപയെ പ്രാപിക്കാം. ആത്മബണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മബണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. സംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, ലോക സംഭവങ്ങൾ